ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്കിത് വീണ്ടും ഒരു ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയലായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഒരു മൂവി പോസ്റ്റർ തന്നെയാണ് ചെയ്തു നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ പ്രത്യേകത ഒന്നുമില്ല, നമുക്ക് നോക്കാം. ഇതാണ് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റോറി നോക്കാം. ഒരു സ്റ്റോറി ഞാൻ വെറുതെ ഉണ്ടാക്കിയതാണ്. മരിച്ചുപോയ തൻ്റെ അച്ഛൻ്റെ പഴയ ചുവന്ന കാർ ലഭിക്കുന്നത് നിങ്ങളെ പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ടൈറ്റിൽ വരും ഹീറോ, വില്ലൻ, ഹീറോയിൻ, പിന്നെ ബാക്കിൽ കുറച്ച് സ്മോക്ക്, ഫോഗ്, പിന്നെ ഒരു ഫൈറ്റ്, പിന്നെ ഇവിടെ ഒരു റൊമാൻറ്റിക് സീന്, ഒരു ഫ്യൂണറൽ, താഴെ കുറച്ച് ഒരു ബേസ്, ഒരു കാറ്, പിന്നെ ഫ്ലവേഴ്സിൻ്റെ ബഡ്സും കാര്യങ്ങളൊക്കെ ഈ ഫ്യൂണറിൽ നിന്ന് ഇങ്ങനെ പാറി വന്ന സംഭവങ്ങൾ. പിന്നെ ബാക്കിൽ ഒരു സ്കൈ, പിന്നെ കുറച്ച് എന്താ പറയുക സ്കൈയും പിന്നെ കുറച്ച് ബേർഡ്സും. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ വരും. അപ്പോൾ ഇതാണ് സ്റ്റോറി. പിന്നെ നമുക്ക് അപ്പോൾ നേരെ ഒരു ക്യാൻവാസ് ഉണ്ടാക്കാം. 2800 3500, അതായത് 4:5. നമ്മൾ ഇൻസ്റ്റാഗ്രാമത്തെ പോസ്റ്ററിൻ്റെ സൈസാണ് 2800 3500 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈസ്. അപ്പോൾ അത് കൊടുക്കുക, 72 റെസൊല്യൂഷനിൽ അത് കൊടുക്കുക. ഓക്കെ, ഡിജിറ്റൽ പോസ്റ്റർ ആവുന്ന സമയത്ത് നമുക്ക് ഈ റെസൊല്യൂഷൻ നോക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രിൻറ്റിങ്ങിലാവുമ്പോൾ നമുക്കിത് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്യാൻവാസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിത് കുറേ സ്റ്റോക്കുകൾ ഞാൻ കുറച്ചൊക്കെ ഡൗൺലോഡ് ചെയ്ത് കുറച്ചൊക്കെ ജനറേറ്റ് ചെയ്ത് വെച്ച്. അപ്പോൾ കുറേ നമുക്ക് കോപ്പിറൈറ്റും കാര്യങ്ങളൊന്നും കിട്ടണ്ട. അതായത് വലുതായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റില്ലല്ലോ. നമുക്ക് കിട്ടുന്ന ഇമേജസൊക്കെ വളരെ ഷോക്കായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ജനറേറ്റ് ചെയ്തിട്ട് ടോപ്പസ് എയിൽ വെച്ചിട്ട് വലുതാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആദ്യം ഏതാണ് എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു ബേസ് എടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ബേസ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതാ ഒരു കാർ നിർത്താനുള്ളൊരു സംഭവം. അപ്പോൾ അത് ഞാൻ ക്യാൻവാസിലേക്ക് വലിച്ചിടണ്ട. നമ്മൾ ക്യാൻവാസിലേക്കല്ല വലിച്ചിടുക. നമ്മൾ ആദ്യം ഒരു ഡോക്യുമെൻ്റ് പുറത്തേക്ക് ഇടുക. ഓക്കെ, പുറത്തേക്ക് ഇട്ടിട്ട്, അതായത് വേറെ ഡോക്യുമെൻ്റായിട്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ നമ്മൾ ക്യാൻവാസ് കൊണ്ടുവന്നിടുക. എന്നിട്ട് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക. ഓക്കെ, അല്ലാതെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കി എന്തുണ്ടാവുക വെച്ചാൽ, ഇപ്പോൾ ഞാനിപ്പോൾ നേരിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വലിച്ചിട്ട് വിചാരിക്കുക. ക്യാൻവാസിൻ്റെ അകത്തേക്ക് വലിച്ചിട്ട് സ്മാർട്ട് ഒബ്ജക്റ്റ് തന്നെ ആയത്. ഞാൻ അത് ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടോ, അങ്ങനെയൊക്കെ ചെയ്ത് എനിക്കിപ്പോൾ എന്താ പറയുക, വേറൊരു ലെയർ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം. ഉള്ളിൽ കയറുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും പുതിയ ലെയർ ആഡ് ചെയ്ത് റെഡിയാക്കാൻ നേരത്ത് സേവ് ചെയ്യുമ്പോൾ എനിക്കിത് പറ്റില്ല. കാരണം ഈ ബാക്ക്ഗ്രൗണ്ട് ലെയറിനായിട്ട് മെർജ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണേ, ആദ്യം ക്യാൻവാസിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് പിന്നെ ക്യാൻവാസിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക. ഓക്കെ, നിങ്ങൾക്ക് പോയിന്റ് മനസ്സിലായി വിചാരിക്കും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യണേ, ഇങ്ങനെ വലിച്ചിടുകയാണ്. ഓക്കെ, വലിച്ചിട്ട് ഒരു പോയിന്റ് എത്തിയിട്ട് ഓക്കെ. അടുത്തത് കാറാണ്. കാർ എടുക്കുന്നു, നേരെ പുറത്തേക്ക് എടുക്കുക, നേരെ ക്യാൻവാസിൻ്റെ ഉള്ളിൽ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുന്നു. ഏകദേശം ഈ വലുപ്പത്തിൽ വെക്കുക. ഓക്കെ, ഈ വലുപ്പത്തിൽ വെക്കാം. ഓക്കെ, കാർ നമുക്ക് വേഗം കട്ട് ചെയ്തെടുക്കാം. നേരെ ക്യാൻവാസിൻ്റെ ആ സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ കയറുക. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഉള്ളിൽ കയറുക, സെലക്ട് സബ്ജക്റ്റ്. ഇപ്പോൾ നമ്മളെ ഫോട്ടോഷോപ്പിൻ്റെ സെലക്ട് സബ്ജക്റ്റ് ഒക്കെ നല്ല പക്കയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മുമ്പൊക്കെ ഞാൻ ഫോട്ടോ റൂമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. എന്നാലും ചിലപ്പോൾ നമുക്ക് ഫോട്ടോ റൂമൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ചിലപ്പോൾ പെൻ ടൂൾ ഉപയോഗിക്കേണ്ടി വരും. ബാക്കിയുള്ള സെലക്ഷൻ ടൂളൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഞാൻ ഇപ്പോൾ ഈ ഒരു എന്താ പറയുക സെലക്ഷൻ ടൂളിനെ വിശ്വസിക്കുന്നുണ്ട് ഫോട്ടോഷോപ്പിൻ്റെ. പിന്നെ അത് നിങ്ങളുടെ കയ്യിൽ പ്രോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതായത് പെയ്ഡ് ആയിട്ടുള്ള ഫോട്ടോഷോപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നേരെ എഡിറ്റ് പോയിട്ട് പ്രിഫറൻസിൽ പോയിട്ട് ഇവിടെ
ഫയൽ ഹാൻഡ്ലിംഗ് ആണോ അറിയില്ല. ഇമേജ് പ്രോസസ്സിങ് എടുക്കുക. അതിൻ്റെ അകത്ത് ക്ലൗഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ ക്ലൗഡ് എടുക്കുക. അപ്പോൾ ഒന്നും കൂടി സെലക്ഷൻ എന്താവും, നല്ല സൂപ്പർ പ്രിസൈസ് ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളത് കൊടുക്കുക. അപ്പോൾ നമുക്കത് കട്ടായിട്ട് നല്ല സൂപ്പറായിട്ട് കട്ട് ചെയ്ത് കിട്ടും. സേവ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ വെക്കാം. ഇത് നമുക്ക് കുറച്ച് വലിച്ച് നീട്ടും കേട്ടോ. ഓക്കെ, കുറച്ച് ഇങ്ങോട്ട് വെക്കാം. ചിലപ്പോൾ നമുക്ക് ഗ്രൗണ്ടൊന്നും മാറ്റേണ്ടി വരും കേട്ടോ. നമുക്ക് നോക്കാം, വഴിയെ നോക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെ എടുത്ത് ഇനി നമുക്ക് എന്താ പറയുക, അടുത്തതായിട്ട് ഇവിടെ ഒരു റൊമാൻറ്റിക് സീൻ ഉണ്ടല്ലേ. ആ റൊമാൻറ്റിക് സീനോട് ഞാൻ എടുത്തിരുന്നതാ. നേരെ നമ്മൾ എന്ത് ചെയ്യുക, പുറത്തേക്ക് ഇടുക, ഉള്ളിലേക്ക് വലിച്ചിടുക. ഓക്കെ, സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക. ഇനി ആ സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ ഷോർട്ട് കട്ട് ഞാൻ ഷോർട്ട് കട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. Ctrl+Shift+Alt എന്താ പറയുക W ആണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഷോർട്ട് കട്ട് ഉണ്ടാക്കാൻ ഇവിടെ ഉണ്ടാക്കട്ടെ. നമുക്ക് കീബോർഡ് ഷോർട്ട് കട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ മെന്യൂസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സ്മാർട്ട് ഒബ്ജക്റ്റ് എന്ന് സെർച്ച് ചെയ്താലേ കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് കണ്ടോ, Alt+Shift+Ctrl+W. ഞാൻ ആ സ്മാർട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ ഇപ്പോൾ സ്മാർട്ട് ഒബ്ജക്റ്റ് അല്ല ആക്കിയിട്ടുള്ളത്. Ctrl+Shift+Alt+W അടിച്ചാൽ സ്മാർട്ട് ഒബ്ജക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഒക്കെയാണ്. കാറിൻ്റെ മുകളിലാട്ടോ വേണ്ടത്. നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്പാസിറ്റി കുറച്ചിട്ട് നോക്കാം അവിടെ പ്ലേസ്മെൻറ്റ് കറക്റ്റ് ആവുന്നുണ്ടോ. ചിലപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇങ്ങനെ വലിച്ച് നീട്ടേണ്ടി വരും കേട്ടോ. അതൊക്കെ നമുക്ക് നീട്ടാം. കുറച്ച് വേണമെങ്കിൽ ഒന്ന് ചെരിക്കാം, കുറച്ച് ചെറുതാക്കിയിട്ട് ചെരിച്ചിങ്ങനെ വെക്കാം. ഓക്കെ, നമുക്ക് ഒരു എന്താ പറയുക, ചെറിയൊരു കട്ടിങ് അവിടെ കൊടുക്കാം. ഒരു ചെറിയ സെലക്ഷൻ കൊടുത്തിട്ട് ചിലപ്പോൾ ഈ സെലക്ഷനൊക്കെ നമുക്ക് ഇനി റിഫൈൻ ചെയ്യണം കേട്ടോ. നമ്മൾ ബേസിക് സെലക്ഷൻ മാത്രമേ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്തത് ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ഫൈറ്റ് ഉണ്ട്, അതാണ് ഫൈറ്റ്. നേരെ എടുക്കുക. നമ്മൾ എടുത്തൊരെണ്ണം തന്നെ ക്ലോസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമില്ലാതൊക്കെ, കാരണം അത് വെറുതെ റാം ഇങ്ങനെ കൂട്ടാനേ സഹായിക്കുള്ളൂ. നമ്മൾ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക. കാറിൻ്റെ മുകളിലാണ് ടാസ് ഫൈറ്റൊക്കെ. ചെറുതാക്കിയിട്ട് ഇപ്പോൾ ഇയാളുടെ കാല് ഇവിടെ തട്ടണില്ലല്ലേ. Ctrl+T അടിച്ചിട്ട് വാർപ്പ് കൊടുക്കുക. അത് തട്ടിക്കന്നെ, അല്ല എന്താ ഇത് ഇവിടെ തട്ടിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി ഇതും എന്ത് ചെയ്യുക, ഒരു ബേസിക് സെലക്ഷൻ കൊടുക്കുക. സെലക്ട് സബ്ജക്റ്റ് കൊടുക്കുക. അപ്പോൾ ഇവരെ മാക്സിമം മൊത്തം നല്ല സൂപ്പറായിട്ട് സെലക്ട് ചെയ്ത് തരും. മാസ്ക് കൊടുക്കുക. അങ്ങനെ വരിക. ഇപ്പം ഇങ്ങനെ കിട്ടും. കൺട്രോൾ വാർപ്പ്. ഓക്കെ, ഓക്കെ, ഓരോ കാറിൻ്റെ മുകളിലുണ്ട് വെയിറ്റ് ചെയ്യുന്ന മാതിരിയുണ്ട്. അടുത്തത് എന്താണ്, ഇവിടെ ഒരു ഫ്യൂണറൽ നടക്കണ്ടല്ലേ. അപ്പോൾ മാക്സിമം ഇത് കുറക്കേണ്ടി വരും. അപ്പോൾ അതിലൊരു ഫ്യൂണറൽ ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഈ സൈഡിൽ. അപ്പോൾ നമുക്ക് കാറും ചെറുതാക്കാം. കാറും സംഭവങ്ങളൊക്കെ ഒന്ന് മൊത്തം സെലക്ട് ചെയ്തിട്ട് ചെറുതാക്കാം. ഓക്കെ ഓക്കെ, ചെറുതാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റോഡ് ഉണ്ടല്ലോ, റോഡ് നമുക്കൊരു എഫക്റ്റ് കൊടുത്തു നോക്കാം. മോഷൻ എഫക്റ്റ് കൊടുത്തു നോക്കാം. വേണ്ട, സുഖമല്ല. ഓക്കെ, റോഡ് നമുക്ക് പിന്നെ മാറ്റാം. നമുക്ക് വേറെ സ്റ്റോക്ക് കൊണ്ടുവരാം. എന്തായാലും ഇപ്പോൾ നമുക്ക് ആ ബേസിക് ലേഔട്ട് നമുക്ക് എന്തായാലും ഉണ്ടാക്കിയിടാം. മൊത്തം സെലക്ട് ചെയ്യും. ഒന്ന് താഴത്തേക്ക് എടുക്കാം. ഇവിടെ കുറച്ച് സ്പേസ് കൊടുക്കുക, ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മൾ ഗൈഡ് ഓൺ ആക്കിയിട്ട് ഇവിടെയും ഒരു സ്പേസ് കൊടുക്കാം. കാരണം അവിടെ നമുക്ക് മൂവി ടൈറ്റിൽ കൊടുക്കാനുള്ളതാണ് ഈ ഒരു ഏരിയയിൽ. ഇവിടെ മൂവി ക്രെഡിറ്റ്സും ഇവിടെ ടൈറ്റിലും. ഓക്കെ, അപ്പോൾ നമുക്കിത് കുറച്ച് നമ്മൾ സ്റ്റോക്കുകൾ മൊത്തം എടുത്തിട്ടൊന്ന് താഴ്ത്തി കൊടുക്കാം. ഇത്ര മതിയാവും.
നമുക്ക് എന്താ പറയുക, കുറച്ച് സ്പേസ് ഇങ്ങോട്ട് നീക്കണ്ടേ എന്നുള്ളത് കൺഫ്യൂഷനില്ല. ഓക്കെ, കുറച്ചും കൂടി ചെറുതാക്കാം. ഫ്യൂണറിലാണ് ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതെന്ന് പറയുന്നത് ആ ഫ്യൂണറൽ. ഇതാ ഈ ഒരു ഫ്യൂണറലാണ് കിട്ടിയത്. നമുക്ക് നോക്കാം. നമുക്ക് നേരെ കോപ്പി എടുത്ത് ക്ലോസ് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ഒന്നുകിൽ വലിച്ചിടുക, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് ഷോർട്ട് കട്ടിൽ എടുത്താലും മതി. ചെറുതാക്കുക, ഇവിടെ വെക്കുക. ഓക്കെ, കാറിൻ്റെ ബാക്കിലായിട്ട്. കാറിൻ്റെ ബാക്കിൽ എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ ഏകദേശം ഇവിടെ. ഓക്കെ, കുറച്ചും കൂടി ചെറുതാക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് സബ്ജക്റ്റ് കൊടുക്കാം. ഓക്കെ, മറ്റേ സെലക്ട് ആയില്ലല്ലേ, കുഴപ്പമില്ല. നമുക്ക് ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് എന്താ ആദ്യം ഒരു ബേസിക് സെലക്ഷൻ മാത്രം നമുക്ക് മതി. ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് നമുക്ക് റിഫൈൻ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ലാസോ ടൂളോ പെൻ ടൂളോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ റിഫൈൻ ചെയ്തെടുക്കാം. ആദ്യം ഇപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് സെലക്ട് കൊടുത്ത് മാസ്ക് ചെയ്തിട്ട് എടുക്കാം. സെലക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി വെക്കാം. ഓക്കെ, അടുത്തത് എന്താ വെച്ചാൽ നമ്മൾ ലൈറ്റ് സ്മോക്ക് പ്ലാനറിൽ ഫ്ലവർ ബെഡ് കൊടുക്കണം. പിന്നെ അതവിടെ ഒരു സ്മോക്കിൻ്റെ മുന്നിലായിട്ട് ഈ ഫൈറ്റിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് അച്ഛനും മോനും ഹഗ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ഇതവിടെ ഉണ്ട്. ഇത് നമുക്ക് എടുത്തിട്ട് നേരെ കൊടുക്കാം. നേരെ കൊടുക്കിടാം, സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കാം. ഓക്കെ, ഈ ഫൈറ്റേഴ്സ് കാണുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ബാക്കിൽ നമുക്ക് ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് അച്ഛനും മോനും കെട്ടുപിടിക്കുന്നതിൻ്റെ മുന്നിലായിട്ടും ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് കുറച്ച് ഫോഗ് ബ്രഷും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ശരിയാവും. അത് നമുക്ക് കൊടുക്കാം. ആദ്യം നമുക്ക് ബേസിക് ലേഔട്ടുകൾ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ അകത്ത് കയറുക, സെലക്ട് സബ്ജക്റ്റ് കൊടുക്കുക, മാസ്ക് കൊടുക്കാം, സേവ് ചെയ്തിട്ട് ബാക്ക് വരിക. ഓക്കെ ഓക്കെ, അടുത്തത് വില്ലനും ഹീറോയിനൊക്കെ ഉള്ള ഒരു സംഭവം. അതിൽ ഇതാണ് നായകൻ. ഓക്കെ, നായകനെ നമുക്ക് കൊണ്ടുവരാം. നായകനെ നമുക്ക് കൊണ്ടുവരാം. സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക. എന്തത് വരാത്തത്? കൺട്രോൾ ഷിഫ്റ്റ് ഡബ്ല്യു, സ്മാർട്ട് ഒബ്ജക്റ്റ്. ഓക്കെ, ബാക്കിലായിട്ട്, ഏറ്റവും ബാക്കിലായിട്ടാണ്. ഇവരെ നമുക്കൊന്നും കൂടി ചെറുതാക്കാം. നായകനെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, നായകനെ വന്നു, ഉള്ളിൽ കയറുക, നായകനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സേവ് ചെയ്തിട്ട് ബാക്കിലേക്ക് വരാം. അടുത്തത് നമ്മുടെ നായികനെടുക്കാം. നായികനെയും ക്യാൻവാസ് കൊണ്ടുവന്നിട്ട് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയിട്ട് ഇവിടെ വെക്കാം. നായികനെ ഇവിടെ വെക്കാം. നായികക്ക് തലല്ല അല്ലേ, തലുള്ള നായകനെ അറിയാനായിട്ട് ഇവിടെ. ഓക്കെ, സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കാം. ഇത് ഡിലീറ്റ് ചെയ്യാം. ഇത് നമുക്ക് നോക്കാം. നായികനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നായികനെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. നായിക ഏറ്റവും ബാക്കിൽ നിന്നോട്ടെ, അവിടെ കട്ടെ. അടുത്തത് വില്ലൻ നടക്കണം. വില്ലന് നമ്മൾ ക്യാൻവാസിലിടണം. വെക്കുക, സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക.
വില്ലനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മാസ്ക് ചെയ്യാം, സേവ് ചെയ്യാം. വില്ലനെ നമുക്ക് ബാക്കിലിടാം. ഇത് ഹീറോനെ ബാക്കിലിടാം. എന്നിട്ട് വില്ലനെ നമുക്ക് കുറച്ച് ചെറുതാക്കിയിട്ട് അതിൻ്റെ മുന്നിലിടാം. ഓക്കെ, നമ്മൾ വരച്ച കോൺസെപ്റ്റിൽ നിന്ന് നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. ഫുള്ള് സ്ട്രിക്റ്റ് ആയിട്ട് അതിനെ തന്നെ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഓക്കെ ഓക്കെ, ഇനി അടുത്തതായിട്ട് എന്തൊക്കെ ഉണ്ടായിരുന്നത്? സ്മോക്ക് പിന്നെ അതാ കുറച്ച് മരങ്ങൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നു. ഓക്കെ, മരങ്ങൾ. ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, നല്ല കെട്ടിടം ബാക്ക്ഗ്രൗണ്ട് അവിടെ എടുത്തി. ഇതാ ഇത് നമുക്കൊന്ന് ബാക്കിൽ വെക്കട്ടോ. സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുന്നു, ബാക്കിൽ വെക്കുന്നു. നമുക്ക് ഈ ഭാഗം മാത്രം നമുക്ക് സെലക്ട് ചെയ്യണം, മലയടക്കം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ സെലക്റ്റിൽ പോവുക, എന്നിട്ട് സ്കൈ എന്നുള്ള എടുക്കുക. ഓക്കെ, സ്കൈ സെലക്ട് ചെയ്താൽ സ്കൈ മാത്രം സെലക്ട് ആവും. ഓക്കെ, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്താൽ ഇതിലേതെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് മാത്രമേ സെലക്ട് ആവുള്ളൂ. നമുക്ക് സ്കൈയെ സെലക്ട് ചെയ്യേണ്ടത്. സ്കൈ സെലക്ട് ചെയ്തിട്ട് Ctrl+Shift+Alt+I അടിച്ചാൽ ആ സെലക്ഷൻ നേരെ ഇൻവേർട്ട് അടിക്കും. ആ ഓപ്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ, അവിടെ ഇവിടെ 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 സെലക്ട് ഇൻവേർട്ട് എവിടെ? അതെ, അവിടെ ക്ലിക്ക് ചെയ്താൽ നേരെ അപ്പം ഞാൻ ചെയ്തിട്ടുള്ള ഷോർട്ട് കട്ടിൻ്റെ നേരെ സംഭവമാണത്. ഓക്കെ, അത് എടുത്തിട്ട് നമ്മൾ നേരെ മാസ്ക് കൊടുക്കുക, സേവ് അടിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് ആ ഒരു ഏരിയ മാത്രം കിട്ടി. ഇനി അത് നേരെ ബാക്കിൽ, ഏറ്റവും ബാക്കിലോട്ട് ഇടാം. ഓക്കെ, അടുത്തതായിട്ട് എന്ത് വേണമെന്ന് വെച്ചാൽ കുറച്ച് ട്രീസ് ഉണ്ട്, കുറച്ച് തെങ്ങുകളൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. ഇത് അടുത്തത് തെങ്ങെടുക്കുക, നേരെ പേസ്റ്റ് ചെയ്യുക, സ്മാർട്ട് ഒബ്ജക്റ്റ് ചെയ്യുക, ഇവിടെ വെക്കുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അത് ഇതിനുള്ളിൽ കയറിയിട്ട് സെലക്ട് സബ്ജക്റ്റ് കൊടുക്കുക. നമുക്ക് നോക്കാം, സെലക്ട് സബ്ജക്റ്റിൽ ചിലപ്പോൾ ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ ചിലപ്പോൾ സെലക്ട് ആവാൻ ചാൻസ് ഇല്ല. അതിൽ എന്തെങ്കിലും വൈറ്റ് കയറുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. ഇല്ല, വൈറ്റ് കയറണമെന്നില്ല, അതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതുപോലെ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അതേപോലെ അടുത്ത തെങ്ങ്. ഇങ്ങനെ ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ, അതായത് ഒരുപാട് സ്റ്റോക്കുകൾ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഫയൽ പോവുക, എന്നിട്ട് ക്ലോസ് അതേഴ്സ് കൊടുക്കുക. അപ്പോൾ ഇത് മാത്രം അവിടെ നിന്നിട്ട് മറ്റേത്. അതിന് മുമ്പ് ഞാൻ ഫയലും സേവ് ചെയ്യട്ടെ കേട്ടോ. എനിക്ക് ഫോട്ടോഷോപ്പിന് അത്ര വിശ്വാസം പോരാ. ഇവിടെ തന്നെ ആയിരിക്കും. ഓക്കെ, നമ്മൾ നേരെ അതിൻ്റെ അകത്ത് കയറുക, സെലക്ട് ഫോർ സബ്ജക്റ്റ് കൊടുക്കുക, മാസ്ക് കൊടുക്കുക. നടന്നോട്ടെ. ഓക്കെ, നമുക്ക് ഇനി ഇത് ഒരു റോഡ് പോലത്തെ ഒരു ഫീൽഡ് പോലത്തെ ഒരു ഇത് കിട്ടണം. അത് കിട്ടുന്നില്ല, നോക്കട്ടെ. ഇത് ഏകദേശം ഓക്കെ തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറ്റും തോന്നുന്നു. നോക്കട്ടെ കേട്ടോ. കാറിന് നിർത്താൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണോ നോക്കട്ടെ. കുഴപ്പമില്ല. ഇതൊന്ന് ഹൈഡ് ചെയ്തിട്ട് ഇതിനൊന്ന് മാസ്ക് ചെയ്യട്ടെ. കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ആ ടെക്സ്ചർ കിട്ടുന്നില്ല അല്ലേ, താഴത്തുള്ള ഒരു റോഡിൻ്റെ ടെക്സ്ചർ. പക്ഷെ അതിങ്ങനെ എന്തായാലും നമുക്ക് ഫെയ്ഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് റോഡ് ടെക്സ്ചർ ഇതൊക്കെ അങ്ങനെ നിന്നോട്ടെ. എന്നിട്ട് ഇതിൻ്റെ ഒരു റോഡ് ടെക്സ്ചർ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൊണ്ടുവരാം. നമുക്ക് റോഡ് ടെക്സ്ചർ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇത് സേവ് ചെയ്യാം, റോഡ് ടെക്സ്ചർ. ഓക്കെ, റോഡ് ടെക്സ്ചർ നോക്കാം നമുക്ക്. അല്ലെങ്കിൽ റോഡ് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. റോഡ് സ്റ്റോക്ക്
സൈഡ്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ നിന്ന് എങ്ങനെ നല്ല ഹൈ ക്വാളിറ്റി ഇമേജ് എടുക്കുകയെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നേരെ ടൂൾസിൽ പോവുക, എന്നിട്ട് അഡ്വാൻസ് സെർച്ച് എടുക്കുക, എന്നിട്ട് എനി സൈസ് എടുത്തിട്ട് ഇവിടെ 4 MB കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അഡ്വാൻസ് സെർച്ച് എടുക്കുമ്പോൾ ഇനി വരുന്നതൊക്കെ നല്ല നല്ല സൈസ് ഉള്ളതായിരിക്കും. പക്ഷെ നമുക്ക് വേണ്ട സാധനങ്ങളൊന്നും കിട്ടിക്കൊള്ളൊന്നുമില്ല. അതാണ് ഇതൊരു പ്രശ്നം. റോഡ് 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 ഇതെങ്ങനെയുണ്ട്? ഇത് കുഴപ്പമില്ല. ഓക്കെ, നമുക്കിത് എടുക്കാം. ഓക്കെ, കോപ്പി എടുക്കുക, നേരെ ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്യുക. നല്ല വലുപ്പമുള്ള ഫയലാണ്. ഓക്കെ, നമുക്കിത് കൊള്ളാം. സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക. ഒന്ന് നമുക്ക് റോഡിൻ്റെ ടെക്സ്ചർ കിട്ടുന്ന രീതിയിൽ ഒന്ന് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ഈ വെള്ള ലൈനുകളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. റിമൂവ് ടൂളോ ഏതെങ്കിലും ടൂളൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുമോ നോക്കാം. സ്പോട്ട് ഹീലിംഗ് തന്നെ ചെയ്യാം. നമുക്ക് നോക്കാം. എന്താ ആവണില്ലേ? ഓ, ഓക്കെ ഓക്കെ. സ്പോട്ട് ഹീലിംഗ് ഫ്രഷ് ആവുന്നില്ല. കണ്ടന്റ് അവരെടുത്ത് നോക്കട്ടെ നമുക്ക്. വലിയ കുഴപ്പമില്ല, അത് മതി. ഞാൻ റിമോട്ട് ടൂൾ എടുക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ കുറച്ച് സ്ലോ ആണ്. അത് ഭയങ്കര സ്ലോ ആയി കിടപ്പ്. ഞാൻ കാണിച്ചത് ഇപ്പോൾ റിമോട്ട് ടൂൾ എടുത്ത് ഇങ്ങനെ സെലക്ട് ചെയ്ത്. ഓക്കെ, എന്താ അവിടെ ഒന്ന് സ്റ്റക്കായി. ഇനി നമ്മൾ കാത്തിക്കണം അവരുടെ സെർവർ നമുക്ക് ഇതിങ്ങോട്ട് തരാൻ വേണ്ടിയിട്ട്. ചില സമയത്താണെങ്കിൽ നമ്മളങ്ങോട്ട് പോസ്റ്റാക്കിയിട്ട് വെറുപ്പിക്കും. ഇവരുടെ മറ്റേ ജനറേറ്റീവ് ഫില്ലും അതെ, നല്ല പോസ്റ്റാണ്. ഓക്കെ, നമ്മൾ സേവ് ചെയ്യുക. വരുന്നത് ഇതിൽ നമുക്ക് ഞാനേ ഒരു കാര്യം ചെയ്ത് നോക്കാം. ഓവർലേ ഇതിലേതെങ്കിലും ഒരു സാധനം കൊടുത്തു നോക്കാം. ഓവർലേ കൊടുത്തിട്ട് ഓവർലേ കൊടുക്കുമ്പോൾ നമുക്ക് ബാക്കിലുള്ള സാധനം തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്രഷ് എടുത്തിട്ട് മറ്റേ മാസ്ക് കൊടുത്തിട്ട് Ctrl+I ക്ലിക്ക് ചെയ്യുക, ഇൻവേർട്ട് ചെയ്യുക, എന്നിട്ട് ബ്രഷ് ചെയ്യാം. ബ്രഷ് എടുത്തിട്ട് വൈറ്റ് ബ്രഷ് എടുക്കുക. ഇവിടെ ഫ്ലോ ഒരു 10% ആക്കിയിട്ട് ബ്രഷ് ഒന്നങ്ങോട്ട് സ്ക്വീസ് ചെയ്യുക. നമ്മൾ കാറ് നിൽക്കുന്ന ഭാഗമൊക്കെ അങ്ങനെ സെറ്റാക്കി കൊണ്ടുവരിക. ഓക്കെ, ഇവിടെ ഇങ്ങനെ സെറ്റാക്കി കൊണ്ടുവരിക. ഓക്കെ, ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്, ആ പുല്ലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലുള്ള പുല്ലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഞാനത് ഇഗ്നോർ ചെയ്യല്ല, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഞാൻ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് റെഡിയാക്കാം. ഇവിടെ സംഭവം സെറ്റാക്കാം. ഇപ്പോൾ തന്നെ സെറ്റാക്കാം അല്ലേ? ഓക്കെ, റിമൂവ് ടൂള് അല്ലെങ്കിൽ സ്കെയിലിംഗ് ടൂൾ വെച്ചിട്ട് നമുക്കൊന്ന് വരച്ച് നോക്കാം ഇതിൻ്റെ മുകളിൽ കൂടി. കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് മിക്സർ ബ്രഷ് വെച്ചിട്ടും ചെയ്ത് നോക്കാം. മിക്സർ ബ്രഷ് എടുക്കുക, വെറ്റ് ടൂള്, ഈ നമ്പേഴ്സൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഈ നമ്പേഴ്സ് 50-50-50 ആക്കുക. ഇവിടെ നമ്മൾ സോഫ്റ്റ് ബ്രഷ് തന്നെ എടുക്കുക. നേരെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാം. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മൾ സേവ് എടുക്കും. ബാക്കിലോട്ട് വെക്കുമ്പോൾ വേണ്ട അത് പോയില്ല. നമുക്ക് ഈ കാറിൻ്റെ എന്ത് കൊണ്ടുവരാം? ഷാഡോ തിരിച്ചു കൊണ്ടുവരാം. കാർ എടുക്കുക. കാർ എടുത്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ന്യൂ സ്മാർട്ട് ഒബ്ജക്റ്റ് പോയ കോപ്പി അടിക്കുക. നേരെ Ctrl+J അടിച്ചിട്ട് ക്ലിക്ക് ചെയ്താൽ നമ്മൾ എന്തെങ്കിലും സ്മാർട്ട് ഒബ്ജക്റ്റ് ഉള്ളിൽ കയറിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നേരെ എല്ലാ സ്മാർട്ട് ഒബ്ജക്റ്റിനും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സ്മാർട്ട് ഒബ്ജക്റ്റിനും വരും. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ന്യൂ സ്മാർട്ട് ഒബ്ജക്റ്റ് പോയ കോപ്പി അടിച്ചിരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് അറിയാൻ തോന്നുന്നു. ഓക്കെ, ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് താഴത്ത് വന്ന് ഈ മാസ്ക് ഉണ്ടല്ലോ, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് മാസ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് ഇങ്ങനെ മാസ്ക് റിമൂവ് ചെയ്തിട്ട് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഡിലീറ്റ് മാസ്ക് കൊടുക്കുക. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് ഈ സർഫേസ് ഉണ്ടല്ലോ അത് നല്ല സ്മൂത്ത് ആക്കുകയാണ്. സ്മൂത്ത് ആക്കിയാലേ നമുക്ക് ഷാഡോ നല്ല പക്കയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണേ? ഇവിടെ ഫിൽറ്ററിൽ പോയിട്ട് നോയ്സിൽ പോയിട്ട് ഡസ്റ്റ് ആൻഡ് സ്ക്രാച്ചസ് എടുക്കുക. ഓക്കെ, അപ്പോൾ അതിൽ എന്താ പറയുക, കണ്ടോ ഇങ്ങനെ ഉണ്ടായിരുന്നത് നമുക്കിങ്ങനെ കുറേ ലൈൻസും കാര്യങ്ങളും അതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി. ഓക്കെ, അതിന് ശേഷം
ഈ ബിഗ് ലൈൻ ഉണ്ടല്ലോ, ഈ വലിയൊരു ലൈന്, അത് എനിക്ക് എന്താ പറയുക റിമൂവ് ചെയ്യണം. അപ്പം ഞാനത് റിമൂവ് ചെയ്യാണ്. റിമൂവ് ആയാൽ മതിയായിരുന്നു. കുഴപ്പമില്ല. ഓക്കെ, ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്നത് നേരെ ഫിൽറ്ററിൽ പോയിട്ട് ക്യാമറ റോ ഫിൽറ്റർ എടുക്കുക. എന്നിട്ട് ഇവിടെ ഉണ്ടാവും നോയ്സ് റിഡക്ഷൻ, അത് കുറച്ച് കൂട്ടുക. നമുക്ക് നോയ്സ് നല്ലോണം കുറക്കണം, ഡീറ്റെയിൽ കുറക്കുക. കണ്ടോ? അപ്പോൾ നമുക്ക് എല്ലാ ഭാഗങ്ങളും ഇപ്പം കണ്ടുപിടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഉണ്ടായിരുന്നൊരു സാധനമാണ്. ഓക്കെ, നമ്മൾ ഇങ്ങനെ നല്ലോണം പക്ക സ്മൂത്താക്കി കൊടുക്കുന്നത്. ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ ഷാഡോ മാത്രമാണ് വേണ്ടത്. ഇനി നേരെ ചാനൽസിൽ പോവുക. ഇവിടെ നിങ്ങൾക്ക് ചാനൽസ് കാണാനില്ലെങ്കിൽ നേരെ വിൻഡോയിൽ ചാനൽസ് സെലക്ട് ചെയ്തത്. നേരെ ചാനൽസിൽ വന്നിട്ട് ഈ ഷാഡോ ഏതിലാണ് നല്ലോണം ഡാർക്കായിട്ട് കാണുന്നുള്ളത് നോക്കുക. അപ്പോൾ റെഡിലാണോ ഗ്രീനിലാണോ ബ്ലൂവിലാണോ നോക്കുക. എനിക്ക് ഗ്രീനിലാണ് കുറച്ചുകൂടി ഡാർക്കായിട്ട് തോന്നുന്നത്. അപ്പോൾ നേരെ ഈ ഗ്രീൻ ഇങ്ങോട്ട് വലിച്ചിട്ട് ഇവിടെ പ്ലസ് സൈൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ വലിച്ച് ആ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് അപ്പോൾ പുതിയൊരു ലെയറായിട്ട് വരും. ഇനി എന്ത് ചെയ്യുക വെച്ചാൽ കൺട്രോൾ ഐ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഇൻവേർട്ട് ആവും. ഇതിൽ നമ്മൾ എന്താ സംഭവിച്ചാൽ ഈ വെള്ള ഭാഗങ്ങൾ കാണുന്നതൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷാഡോ മാത്രം മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഒരു ലെവൽസ് ആഡ് ചെയ്യുക. കൺട്രോൾ എൽ അടിച്ചിട്ട് ഒരു ലെവൽസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ അല്ല, ലെവൽസ് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡാർക്ക് നല്ലോണം കൂട്ടണം. അപ്പോൾ ഇവിടുത്തെ ഡാർക്ക് അല്ല, നമുക്ക് ഇവിടുത്തെ ഡാർക്ക് വേണം. ആ ഡാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു ആങ്കർ പോയിൻ്റാണ്. അത് നമ്മൾ ഇങ്ങോട്ട് നീക്കുക. കണ്ട, ഇപ്പം ഇങ്ങനെ കിട്ടും. പക്ഷെ വൈറ്റും പോകുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, വൈറ്റ് കൊണ്ടുവരും. ഇനി നമുക്ക് എത്രത്തോളം ശ്രമിച്ചാലും നമുക്ക് ഇവിടെ ഉള്ളതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇതും ഇവിടെയുള്ള ഈ സംഭവങ്ങളൊക്കെ ബ്ലെൻഡായ സ്ഥിതിക്ക് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്രയും ഭാഗത്തിൽ നമ്മൾ ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബ്രഷ് എടുക്കുക. ബ്രഷ് എടുത്തിട്ട് ഇത് ഓവർലേ ആക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക, ബ്രഷിൽ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യണം. ഓക്കെ, ബ്ലാക്ക് കളർ സെലക്ട് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഡാർക്കായിട്ടുള്ള ചെറിയ ഡാർക്കായിട്ടുള്ള സംഭവം വീണ്ടും ഡാർക്കാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്ലോ സെറ്റ് ചെയ്യുക. ഫ്ലോ എനിക്കൊരു 7, അതായത് 7 to 10 ആണ് ഞാൻ സെറ്റ് ചെയ്യുന്ന ഒരു ഫ്ലോ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോർമൽ ബ്രഷ് എടുക്കുക, കുറച്ച് വലുതാക്കിയിട്ട് ഇവിടെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നോക്ക് ആവുന്നത് കണ്ട. അതായത് വൈറ്റിനെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യാതെ ആ ബ്ലാക്ക് മൊത്തം നമുക്കിങ്ങനെ റെഡ്യൂസ് ചെയ്ത് കളയാൻ പറ്റുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്ത് കുറേ വൈറ്റും അതിൻ്റെ കൂടെ തന്നെ പോയി ഇവിടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓവർലേയിലല്ലേ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പം ഓവർലേയിലാണല്ലോ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ വന്നിട്ട് വൈറ്റ് ആക്കുക. ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ല. ഓക്കെ. ഇനി നമ്മൾ വൈറ്റ് ബ്രഷ് സെലക്ട് ചെയ്തിട്ട് വൈറ്റ് ഏരിയയിൽ ഇങ്ങനെ നൈസായിട്ട് കൊണ്ടുവരും. അപ്പോൾ കണ്ടോ, ഇങ്ങനെ വന്ന്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇതാണിപ്പോൾ സെലക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ സെലക്ട് ആക്കണം. സെലക്ട് ആക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് വേണ്ട ഏരിയാസ് മാത്രം വൈറ്റ് മതി, ബാക്കിയൊന്നും നമുക്ക് വേണ്ടതൊക്കെ ബ്ലാക്ക് ആക്കണം. അപ്പോൾ നമ്മൾ നേരെ ഓവർലേ മാറ്റിയിട്ട് നോർമൽ തന്നെ ആക്കുക. എന്നിട്ട് ബ്രഷ് സെലക്ട് ചെയ്തിട്ട് ബ്ലാക്ക് കളർ എടുക്കുക. നമ്മൾ ഇവിടെ ഫ്ലോ കൂട്ടിയിട്ട് ഇതൊക്കെ ബ്ലാക്ക് ആക്കുക. ഇവിടെ നമുക്ക് ആവശ്യമില്ലാത്ത ഏരിയയാണ്, കാരണം ഷാഡോ മാത്രം മതി കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമുക്ക് ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ള സാധനം. സെലക്ട് എന്ന് പറഞ്ഞൊരു സാധനം ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് ഈ സെലക്ഷൻ ടൂള്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ സെലക്ട് ആയിട്ടുണ്ടാവും. നമുക്ക് മറ്റേ സെലക്ഷൻ കാണാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ ചെറുതാണ്, പക്ഷെ സെലക്ട് ആയിട്ടുണ്ടാവും അത്. അപ്പം നമ്മൾ നേരെ ലെയേഴ്സ്ക്ക് വരിക, അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് മാസ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് സെലക്ഷൻ ആ കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ സേവ് ചെയ്യുക. ഇത് ബാക്കിലോട്ട് വരിക. അപ്പോൾ ആ ഒരു സെലക്ഷൻ അവിടെ കിടക്കുന്നുണ്ടാവും. അത് നമ്മൾ നേരെ എന്ത് ചെയ്യുക, നോർമൽ മാറ്റിയിട്ട് മൾട്ടിപ്ലൈ ആക്കുക. ഇപ്പോൾ ആ കാറിൻ്റെ ഒറിജിനൽ ഷാഡോ അതിൻ്റെ ബാക്കിൽ വന്ന്. ഓക്കെ, നമുക്ക് ഒറിജിനൽ ഷാഡോ മാത്രം പോരാ,
നമുക്ക് വീണ്ടും ഒരു മാനുവൽ ഷാഡോയും കൂടി നമുക്ക് കൊടുക്കണം, മാനുവലായിട്ട് കൊടുക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ കാറിൻ്റെ അടിയിലായിട്ട് കാറിൻ്റെ ഷാഡോൻ്റെ അടിയിലായിട്ട് ഒരു ലെയറും കൂടി ഉണ്ടാക്കണം. എന്നിട്ട് ഇതിൽ ഏറ്റവും ഡാർക്കായിട്ടുള്ള ഒരു കളർ സെലക്ട് ചെയ്യുക. ഇത് കണ്ട, ഈ കളർ സെലക്ട് ചെയ്യുക. എപ്പോഴും ഷാഡോ എന്ന് പറയുന്നത് ബ്ലാക്ക് ആവില്ല. ഏത് സർഫേസ്, ആ സർഫേസിൻ്റെ ഡാർക്കായിട്ടുള്ള കളറായിരിക്കും ഒരു ഒബ്ജക്റ്റ് ആ സർഫേസിൽ നിൽക്കുമ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ ഷാഡോ എന്ന് പറയുന്നത്. അത് ഗ്ലോ ചെയ്യുന്ന ഒബ്ജക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ, ഗ്ലോ ചെയ്യുന്ന ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ കളറും കൂടി അതിൽ മിക്സ് ആവും. അപ്പോൾ നമ്മൾ ഈ ഒരു ഡാർക്കായിട്ടുള്ള കളറ് സെലക്ട് ചെയ്ത് ഇനി നമ്മളിത് ഒന്നങ്ങോട്ട് സ്ക്വീസ് ചെയ്യുക. ഇനി ഫ്ലോ എന്ത് ചെയ്യുക, ഒരു 6-8 ഒക്കെ ആക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഇങ്ങനെ നൈസായിട്ട് കൊടുക്കുക. ഓക്കെ, ആണെങ്കിൽ ഒപ്പാസിറ്റിയും കുറച്ച് കുറക്കട്ടോ. ഓക്കെ, അങ്ങനെ നൈസായിട്ട് കൊടുക്കുക. അതും നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ആക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കാറിന് നൈസായിട്ട് ഒരു ഷാഡോ കൊടുത്ത്, കുറച്ച് ഒപ്പാസിറ്റി കുറക്കട്ടോ. കാറിന് നൈസായിട്ട് ഷാഡോ കൊടുത്ത്. ഓക്കെ, അടുത്തത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ഫ്യൂണറൽ ഭാഗം നമുക്ക് കറക്റ്റായിട്ട് മാസ്ക് ചെയ്ത് സെറ്റാക്കിയിട്ട് ഷാഡോ ഒക്കെ കൊടുത്ത് റെഡിയാക്കിയിട്ട് റിയലിസ്റ്റിക് ആക്കി വേണം അല്ലേ. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. ഓക്കെ, നമുക്കെന്നാൽ ഈ ഭാഗം ക്ലിയർ ആക്കാം. അതിന് മുമ്പ് നമുക്ക് സ്കൈ ഒന്ന് ആഡ് ചെയ്യട്ടോ. ഇതൊന്ന് റെഡിയാക്കണം. ഇത് മാസ്ക് ചെയ്തിട്ട് ഇതൊന്ന് എന്താ പറയുക, ഒന്ന് ഹൈഡ് ചെയ്തിട്ടത് ഒപ്പാസിറ്റി കൂട്ടിയിട്ട് ഓക്കെ, നമുക്ക് സ്കൈ ആഡ് ചെയ്യാം. സ്കൈനാണ് ഡൗൺലോഡ് ചെയ്ത് ചെയ്യുന്നു. സ്കൈ സ്കൈ ആണ്. കോപ്പി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് പേസ്റ്റ് ചെയ്തിട്ട് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക. ഓക്കെ, കൊടുക്കാം. ഓക്കെ, ഇയാളെ നമുക്ക് കുറച്ചൊന്ന് സെറ്റാക്കാം. ഓക്കെ, നൗ നമുക്ക് ഫ്യൂണറിൽ സെറ്റാക്കാം. കാറിൻ്റെ ഈ ഭാഗം ഭയങ്കര ഡാർക്കായി മാതിരി തോന്നുന്നുണ്ട് അല്ലേ. അത് നമുക്ക് എന്ത് ചെയ്യാ വെച്ചാൽ, ഇതിൻ്റെ മുകളിൽ നമുക്ക് അത് ഈ കാറിൻ്റെ എല്ലാം സാധനമുണ്ടല്ലോ, ഇത് കാറ് അല്ലേ, കാറ് ഷാഡോ അടിയിൽ നമ്മുടെ കൊടുത്ത് വേറെ ഷാഡോ, ഇത് മൊത്തം നമുക്ക് എന്ത് ചെയ്യുക, ഗ്രൂപ്പാക്കിയിട്ട് കാഴ്സ് ഉണ്ടാവും. ഓക്കെ, അതേപോലെ ഹീറോയും എന്താ പറയുക വില്ലനും നമുക്കൊരു ഗ്രൂപ്പാക്കിയിട്ട് ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാക്കാം. അതേപോലെ അത് ഓർമ്മോട്ടെ, കാറിൻ്റെ ഒപ്പം തന്നെയല്ലേ ഈ ഫൈറ്റേഴ്സൊക്കെ ഉള്ളത്. അപ്പോൾ അതും നമുക്ക് കാറിൻ്റെ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഇടാം. ഓക്കെ, അപ്പോൾ കാഴ്സ് മൊത്തം നമുക്ക് ഒരു ഗ്രൂപ്പാക്കാം. അപ്പോൾ ഇൻ കേസ് നമുക്ക് വലുതാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ സെലക്ട് ചെയ്തിട്ട് Ctrl+T അടിച്ചിട്ട് വലുതാക്കിയാൽ മതി കേട്ടോ. മൊത്തം നമുക്ക് അതിൻ്റെ ഒപ്പം വരും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തുകൊണ്ട് നമുക്ക് ലിങ്ക് ആക്കി കൂടാന്ന് അല്ലേ. ലിങ്ക് ആക്കിയാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇതിപ്പോൾ മൊത്തം ലിങ്കാക്കി വിചാരിക്കുക. ഓക്കെ, ലിങ്കാക്കി കഴിഞ്ഞാൽ എനിക്കിത് ഒരെണ്ണം മാത്രം നീക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും അൺലിങ്ക് അടിക്കണ്ടേ അല്ലേ. അപ്പോൾ എനിക്ക് എല്ലാതും ഒരുമിച്ച് നീക്കണമെങ്കിൽ, ട്രാൻസ്ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് എടുത്തിട്ട് ട്രാൻസ്ഫോം ചെയ്യാം. ഒരെണ്ണം മാത്രമാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് എനിക്കിത് സെലക്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, ലെയർ 4 ആണ്. മനസ്സിലായ? അത്രേ ഉള്ളൂ, സിമ്പിൾ സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്യാരക്ടേഴ്സിന് എടുക്കാം. ക്യാരക്ടേഴ്സ് ഒന്ന് ബാക്ക് വെക്കണം. നമുക്ക് അവിടെ നിന്നോട്ടെ, ആ മലകളൊക്കെ ഒന്ന് കണ്ടോട്ടെ. ഓക്കെ, മൗണ്ടൻസ്. ഇനി അടുത്ത നമുക്ക് ഇത് മറന്നു പോകണ്ട. ഓക്കെ,
ഇത് വേണോ എന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടേ ഈ സെലക്ഷൻ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഞാൻ മാസ്ക് ഒന്ന് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ കേട്ടോ. ഇത്രയും ഭാഗങ്ങളിലൊന്ന് എനിക്ക് എന്ത് ചെയ്യണം, സെലക്ഷൻസ് ഒന്ന് പെൻ ടൂളോ ലാസോ ടൂളോ ഒക്കെ വെച്ചിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ലാസോ ടൂൾ എടുക്കുക. ഞാൻ മറ്റേ ലാസോ ടൂൾ, നോർമൽ ലാസോ ടൂൾ ഇട്ടെടുക്കണത്, പോളിഗൺ അല്ല, ലാസോ ടൂൾ നോർമലാണ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ സെലക്ഷൻ കൊടുക്കുകയാണ്. ഞാൻ മൗസാട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വലിയൊരു പെർഫെക്ഷൻ ഉണ്ടാവില്ല അതിൻ്റെ സെലക്ഷന്. കാരണം ഇതൊരു ചെറിയൊരു എന്താ പറയുക, സൈഡിൽ നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ ഈ രണ്ടാമത്തെ, എന്നാലേ നമുക്ക് വീണ്ടും വീണ്ടും ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് വെച്ചാൽ നമ്മൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. കണ്ടോ, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ചെയ്യേണ്ടി വരും. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് നമുക്ക് എപ്പോഴും റിലാക്സ് ചെയ്ത് നിർത്താൻ പറ്റില്ല. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് റിലാക്സ് ചെയ്ത് നിർത്തിയാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സെലക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് അവിടെ എനേബിൾ ചെയ്ത് നിൽക്കുക. അതായത് ഇതിന് കുറേ പേരുകളുണ്ട് കേട്ടോ, ഞാനിങ്ങനെ ഇതെന്ന് പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റിലാക്സ് ആക്കി നിർത്തിയിട്ട് റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരെ സെലക്ഷൻ കൊടുക്കാം. പെർഫെക്റ്റ് സെലക്ഷൻ ഒന്നും അല്ല കേട്ടോ. സെലക്ഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാളിയാലും വിഷയമൊന്നുമില്ല. നമുക്ക് എന്താ പറയുക, ഓവർ ആയിട്ട് ഇത് ആ റിയലിസ്റ്റിക് ആണ് പോവായിരുന്നാൽ മതി. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലുക്ക് പോവായിരുന്നാൽ മതി. സ്റ്റിക്കർ ചെയ്ത് വെച്ച പോലെ തോന്നാൻ പാടില്ല. ഓക്കെ, ഈ ഒരു ഭാഗമൊന്നും കാണുന്നില്ലല്ലോ അല്ലേ. നമുക്ക് അതൊന്നും വലിയ മൈൻഡ് ചെയ്യണ്ട. ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ മതി. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്കൊരു സെലക്ഷൻ കിട്ടി. ഇനി ഈ ഒരു ചന്ദനത്തിന് എന്ത് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ എന്ത് ചെയ്യാണ്, ഈ ചന്ദനത്തിന് ഇങ്ങനെ സെലക്ട് ചെയ്യണം. ചന്ദനത്തിന് ഇവിടെ വേണ്ട, എനിക്ക് വേണ്ട എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ചന്ദനത്തിൻ്റെ പകരം നമ്മൾ എന്ത് ചെയ്യും, ചന്ദനത്തിന് നമ്മൾ വരച്ചു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ സെലക്ഷൻ കൊടുത്ത് അത് നമ്മൾ ബ്ലാക്ക് ഫില്ല് ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഡിലീറ്റ് അടിച്ചു. കാരണം നമ്മൾ ഫോർഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. വൈറ്റ് ഫോർഗ്രൗണ്ട് കളർ ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഡിലീറ്റ് അടിച്ചാൽ മതി മാസ്കിൽ. മനസ്സിലായി, ഓട്ടോമാറ്റിക് അവിടെ ബ്ലാക്ക് ഫിൽ ആയിക്കോളും. ഇനി എന്ത് ചെയ്യണേ, എനിക്കിവിടെ കുറച്ച് ചന്ദനത്തികൾ വേണം അല്ലേ. പുതിയൊരു ലെയർ ഉണ്ടാക്കുക, ബ്രഷ് എടുക്കുക, ബ്രഷിൻ്റെ സൈസ് കുറക്കുക, ആ ചന്ദനത്തിൻ്റെ അതേ വലുപ്പത്തിലാക്കുക. ആ ചന്ദനത്തിൻ്റെ ഒരു കളർ സെലക്ട് ചെയ്യുക. അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും ഡാർക്കായിട്ടുള്ളൊരു കളർ സെലക്ട് ചെയ്യുക. വേണമെങ്കിൽ കുറച്ചും കൂടി ഡാർക്ക് ആക്കാം. ഓക്കെ, എന്ത് ചെയ്യണേ, ജസ്റ്റ് ഒന്നങ്ങനെ വരക്കുക. വേണ്ട, ഒന്ന് വരക്കുക. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്തിട്ട് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക. ഓക്കെ, അതിന് കുറച്ചൊരു തിക്നെസ് കുറക്കാം. ഓക്കെ, എന്ത് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഇതിൻ്റെ ഈ ഒരു ആങ്കർ പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെ ആൾട്ട് പ്രസ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ആങ്കർ സെലക്ട് ചെയ്യാൻ പറ്റും. അത് കാണുന്നില്ലെങ്കിൽ ഇവിടെ ടിക്ക് എനേബിൾ ചെയ്താൽ മതി. കണ്ടോ, ആ ടിക്ക് അവിടെ കിട്ടും. എന്നിട്ട് ആൾട്ട് പ്രസ് ചെയ്തിട്ട് അത് ഇങ്ങോട്ട് വലിച്ച് താഴത്തേക്ക് കൊടുക്കുക. നമ്മളിവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളിങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കുക. ഓക്കെ, ഓക്കെ, മാസ്ക് ക്ലിക്ക് ചെയ്തിട്ട് അടിഭാഗമൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മതി. ഓക്കെ, ചന്ദനത്തിൽ നമ്മൾ വേറെ വരച്ച് മറ്റേ സെലക്ട് ചെയ്യണമെങ്കിൽ എത്ര ടൈം എടുക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, സേവ് എടുക്കുക, ബാക്കിലേക്ക് വരാം. അപ്പോൾ നമ്മളെ സെലക്ഷൻ ഒന്ന് റെഡി ഉണ്ടാവും. ഇനി അതിൻ്റെ ബാക്കിലുള്ള ഒറിജിനൽ ഷാഡോ നമുക്ക് വീണ്ടും വേണം അല്ലേ. അപ്പോൾ നമ്മൾ നേരെ കാറിന് ചെയ്ത പോലെ തന്നെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് സ്മാർട്ട് ഒബ്ജക്റ്റ് കോപ്പി അടിക്കുക. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യുന്നത് നോക്കിയാൽ
അതിൻ്റെ അകത്ത് കയറുക, ഏതെങ്കിലും ഒരു ലെയറിൻ്റെ അകത്ത് കയറുക. നമ്മൾ രണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടില്ല, അതിൻ്റെ അകത്ത് കയറുക. ഇനി ഞാനിത് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഇത് ക്ലിക്ക് ചെയ്യണം. അതായത് എന്താ പറയുക, മാസ്ക് ഹൈഡ് ചെയ്യാണ് അല്ലെങ്കിൽ മാസ്ക് ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുക, ഇത് മൊത്തം ഒറ്റ ലെയറാക്കിയിട്ട് പ്രോലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ജസ്റ്റ് ജനറേറ്റീവ് ഫില്ല് കൊടുത്തിട്ട് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, പക്ഷെ ഞാനിത് അങ്ങനെ ചെയ്യുന്നില്ല. ഞാനിത് ഇങ്ങനെ തന്നെ സേവ് എടുത്തിട്ട് ബാക്കിലേക്ക് വരാൻ പോവാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു സംഭവം കിട്ടും. ഓക്കെ, ഇത്രയും ഭാഗം കിട്ടും. ഇനി ഞാൻ എന്ത് ചെയ്യണേ, ഇത് മൾട്ടിപ്ലൈ ആക്കണം. മൾട്ടിപ്ലൈ ആക്കുമ്പോൾ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഡാർക്കായിട്ട് കിട്ടും. അത് ഞാൻ നേരെ ഇതിൻ്റെ മുകളിൽ ഞാനൊരു ഹ്യൂ സാറ്റുറേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ട് സാറ്റുറേഷൻ കുറക്കുകയാണ്. എന്നിട്ട് ക്ലിപ്പ് ചെയ്യുക. അപ്പോൾ ആ ഒരുത്തിന് മാത്രം കിട്ടും. അപ്പോൾ കണ്ട മാറിയത് കണ്ട. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംഭവം കിട്ടും. ഇനി മാസ്ക് ക്ലിക്ക് ചെയ്യുക. താഴത്തുള്ള ആ ഒരു ലെയറിൽ മാസ്ക് എനേബിൾ ചെയ്തിട്ട് ഹൈഡ് ആക്കുകയാണ്. ഇനി ഞാൻ ബ്രഷ് സെലക്ട് ചെയ്തിട്ട് സ്ക്വീസ് ചെയ്യാണ്. ഹാർഡിന് 0 ആക്കിയിട്ട് ഫ്ലോ ഒരു 10% ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യണേ, വൈറ്റ് ബ്രഷിൽ ഇയാളുടെ ഷാഡോ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ്. ഒപ്പാസിറ്റിയും വേണമെന്നുണ്ടെങ്കിൽ ഒരു 82 ഇതൊക്കെ കൊടുത്തായിട്ടാ. ഓക്കെ, ഞാൻ ഇയാളുടെ ഷാഡോ കറക്റ്റാക്കി, ലെഗിൻ്റെ ഷാഡോ കറക്റ്റാക്കുകയാണ്. കറക്റ്റാക്കി അതേപോലെ ഈ ഒരു ഫ്യൂണറലിൻ്റെ അതിൽ മാസ്കിൽ കയറിയിട്ട് ഒരു പരിപാടി ഉണ്ട്. നമുക്ക് മാസ്ക് എടുത്തിട്ട് ഈ ഒരു ലോഗോ ഉണ്ടല്ലോ, ഈ ഒരു മരത്തടി അതിവിടെ കംപ്ലീറ്റ് നിൽക്കുന്നില്ലല്ലോ അല്ലേ. അപ്പോൾ നമുക്കത് ഒരു ചെളിയിൽ താണു പോലത്തെ തോന്നണം. അപ്പോൾ നമുക്ക് ബ്രഷ് എടുത്തിട്ട് അല്ലെങ്കിൽ ലാസോട്ടോട് എടുത്താലും മതിട്ടാ. ഞാൻ ഇവിടെ ബ്രഷ് എടുത്തിട്ട് എന്ത് ചെയ്യാണ്, എൻ്റെ കയ്യിൽ കുറേ ഇങ്ങനത്തെ ഗ്രഞ്ച് ബ്രഷുകളുണ്ട്, കുറേ ബ്രഷുകളുണ്ട്. നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കട്ടെ. എൻ്റെ ചാനലിലുണ്ട്, മറ്റേ ടെലഗ്രാം ചാനലിൽ ഞാനിതിൻ്റെ ഫുള്ള് എല്ലാ സ്റ്റോക്കുകളും, ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഇടാറുണ്ട്. നിങ്ങളത് നോക്കുക, അതിൽ ഈ ബ്രഷുകളൊക്കെ ഉണ്ട്. ഓക്കെ, കുറേയൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്, കുറേയൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചതാണ്. ഓക്കെ, അപ്പോൾ ബ്രഷിൽ ഫ്ലോ എടുത്തിട്ട് ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് മേലേക്കൊക്കെ, കാരണം അങ്ങനെ ആ ഒരു അങ്ങനത്തെ ബ്രഷാണിത്. ഓക്കെ, അപ്പോൾ അവന് കണ്ടോ, അത് ആ മണ്ണിൽ താന്നു പോലെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്. സോറി. ഓക്കെ, ഇനി ഇതിൻ്റെ അടിയിൽ നമുക്ക് മാനുവലായിട്ടുള്ളൊരു എന്ത് കൊടുക്കാം, ഷാഡോ കൊടുക്കാം. ഞാൻ വേറൊരു വെറൈറ്റി ബ്രഷ് കാണിച്ചു തരാം. ഇതാ ഈ ബ്രഷ്, ഇത് എൻ്റെ ബ്രഷ് സെറ്റിലുള്ള തന്നെയാണ്. ഞാനിത് എന്ത് ചെയ്യണേ, ഇവിടെ നൈസായിട്ട് എല്ലാ 100% ഒപ്പാസിറ്റി 100% ഫ്ലോ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്രഷ് കിട്ടും. ഇത് ഭയങ്കര ഒരു സംഭവം ബ്രഷാണ്. ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയിട്ട് മൾട്ടിപ്ലൈ ആക്കുക. ഞാൻ അതിൻ്റെ അടിയിൽ കൊണ്ടുവന്നിരിക്കുക. വേണ്ട ആ ഒരു ബ്രഷ് വന്നപ്പോഴുള്ളൊരു എഫക്റ്റ് വേണ്ട, ആ ബ്രഷ് മാത്രം മതി ശരിക്കും പറഞ്ഞാൽ. അതേപോലെ ഈ ആക്കും കൊടുക്കാം. എന്താ ഈ ബ്രഷ് അങ്ങനെ കൊടുത്ത് ഞാൻ എന്ത് ചെയ്യണേ, നോയിക്കട്ടോ സംഭവം സെറ്റാണോ നോയിക്കോ. ഇതിങ്ങോട്ട് താഴത്തേക്ക് വലിച്ച് നീട്ടി. ഓക്കെ, ചിലപ്പോൾ സെറ്റാവും, ചിലപ്പോൾ സെറ്റാവില്ല. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, ഇനി മാസ്ക് കൊടുക്കുക. മാസ്ക് കൊടുത്തിട്ട് മാസ്ക് ഹൈഡ് ചെയ്യുക. നമ്മൾ വെള്ള ബ്രഷ് എടുത്തിട്ട് നൈസായിട്ട് ഫ്ലോ വർക്കണം കേട്ടോ, ഫ്ലോ വർക്കാൻ മറക്കരുത്. ആ ലോങ് ഷാഡോ ഉണ്ടല്ലോ, ആ ലോങ് ഷാഡോ നമുക്കത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, അപ്പോൾ നൈസായിട്ട് നമുക്ക് ആ ലോങ് ഷാഡോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, യെസ് നമ്മൾ കണ്ട ദൂരം നോക്കുമ്പോൾ ലോങ് ഷാഡോ നല്ല ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ കാറിന് നമുക്ക് കൊടുക്കാം കേട്ടോ. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ആ ഫ്യൂണറലിൻ്റെ ഒരു ഗ്രൂപ്പാക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അത് ഫുള്ള് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഗ്രൂപ്പിന് നമുക്ക്
ഫണ്ണിടണ്ട, റൈറ്റിനിട. കാറിൻ്റെ ഈ ഡാർക്ക് അല്ലേ, അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ആ കാറിൻ്റെ ഡാർക്ക് എങ്ങനെ നമുക്ക് മാറ്റാൻ നോക്കാം. കാറിൻ്റെ അകത്ത് കയറുക, വേണ്ട ആ ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിലാണ് ഞാൻ ചെയ്യുന്നത്. ബ്രൈറ്റ് ആൻഡ് കോൺട്രാസ്റ്റ് എടുക്കുക, ക്ലിപ്പ് ചെയ്യുക, കുറച്ച് കോൺട്രാസ്റ്റ് കൂട്ടി കൊടുക്കുക. ഓക്കെ, കുറച്ച് എല്ലാം ഹൈഡ് ഇതാക്കിയിട്ട് നമ്മൾ കൺട്രോൾ ഐ അടിക്കുക, ബ്രഷ് എടുക്കുക, ഫ്ലോ ഒരു 6 മതി. വൈറ്റ് ബ്രഷ് എടുത്തിട്ട് ഇവിടെ അങ്ങനെ കൊടുക്കുക. ഓക്കെ, ഇവിടെ സെറ്റായില്ലേ? ഓക്കെ, ഇനി നമുക്ക് കാറിന് നമുക്ക് കുറച്ച് കോൺട്രാസ്റ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്, അവിടെ കിടക്കുന്നുണ്ട്. അത് നമ്മൾ എങ്ങനെ മാറ്റുക എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ട്. ഒരു റൂളുണ്ട്, ഒരു എന്താ പറയുക, ഒരു റൂളാണ് 80-80 റൂളാണ്. 80-80-80 എന്ന് പറഞ്ഞിട്ടുള്ള റൂളാണ്. ഞാൻ പറഞ്ഞുതരാം, അടുത്തതിൽ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കാറിന് അതിന് കൊടുത്ത ഷാഡോ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു ഷാഡോ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ബ്രഷ് എടുക്കുക, ഇതാ ആ ഒരു ബ്രഷ് എടുക്കുക, അത് നേരെ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് നേരെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക, മൾട്ടിപ്ലൈ ആക്കിയിട്ട് ഇതാക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ട് കാറിൻ്റെ അതേ വലിപ്പത്തിൽ കൊടുക്കട്ടോ. ഞങ്ങട്ട് ഇവിടെ ഈ ഒരു ആങ്കർ പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ കൊടുക്കുക, അതിൻ്റെ ലൈനിൻ്റെ സെൻട്രലായിട്ട് ഇങ്ങനെ വലുതാക്കുക. ഓക്കെ, ഇവിടെ ഇങ്ങനെ നീട്ടുക. നമുക്ക് കാറിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഷാഡോ കിട്ടും. നമ്മൾ കുറച്ച് ഗോഷൻ ബ്ലറൊക്കെ കൊടുത്താൽ അതിൻ്റെ ഒരു സംഭവം കിട്ടും. നോക്കിക്കോ, കുറച്ച് ഡാർക്ക് അതിന് കൊടുക്കട്ടോ. ഈ ഒരു ബ്രഷിനെ കുറച്ച് സാറ്റുറേഷൻ കുറച്ച് കൊടുക്കാം. ഇപ്പം എന്താ ഉണ്ടായത് വെച്ചാൽ ആ ഒരു ഗ്ലോബൽ ഷാഡോ ഉണ്ടല്ലോ, ടച്ച് ഷാഡോ, ഗ്ലോബൽ ഷാഡോ എന്ന് പറഞ്ഞിട്ട് 2-3 ഷാഡോസിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. വേറെ എന്തോ ഒരു ഷാഡോ കൂടി ഉണ്ടല്ലോ, കോണ്ടാക്ട് ഷാഡോ ഉണ്ട്, ടച്ച് ഷാഡോ കോണ്ടാക്ട് ഷാഡോ ഒന്ന് തന്നെയാണ്. പിന്നെ ഗ്ലോബൽ ഷാഡോ ഉണ്ട്, പിന്നെ വേറൊരു ഷാഡോ കൂടി ഉണ്ട്, ഞാൻ മറന്ന്. ആ ഒരു ഷാഡോ ആണ് ഇപ്പം ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ഷാഡോ. ഇവിടെ കണ്ട ബ്രഷ് എടുത്തിട്ടാണ് ഈ ഒരു ഏരിയയിൽ. അതിൻ്റെ ഒരു പേരുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാറുണ്ടല്ലോ, കാറിൻ്റെ സെലക്ഷൻ നമുക്ക് എടുക്കണം. ഇപ്പോൾ ഇതാ കാറിൻ്റെ സെലക്ഷൻ കിട്ടി അല്ലേ, ആ സെലക്ഷൻ നമുക്ക് ഫില്ല് ചെയ്യണം കാറിൻ്റെ അടിയിലായിട്ട്. ബ്ലാക്ക് അടിച്ചിട്ട് ബ്ലാക്ക് അല്ല, ഏതൊരു കളർ എടുത്തിട്ട് ഫില്ല് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഞാനത് കൺട്രോൾ യു അടിച്ചിട്ട് ലൈറ്റ്നസ് വട്ട കുറക്കുമ്പോൾ ബ്ലാക്ക് ആവും. ഞാൻ എന്ത് ചെയ്യണേ, അത് കൺവേർട്ട് സ്മാർട്ട് ഒബ്ജക്റ്റ് എടുക്കുക, കൺട്രോൾ ടി അടിക്കുക. ഈ സാധനം ഉണ്ടല്ലോ, ഈ ആങ്കർ പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ടയറിൻ്റെ അവിടെ, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് വെർട്ടിക്കൽ അടിക്കുക. അപ്പം ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇത് കാറിൻ്റെ അടിയിൽ കിടണം, അടിയിൽ കിട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒന്നിങ്ങനെ സ്ക്വീസ് ചെയ്യുക, അത് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് പെർസ്പെക്റ്റീവ് ആക്കിയാലും മതി കേട്ടോ. പെർസ്പെക്റ്റീവ് ആക്കിയാൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു സംഭവം ഇങ്ങനെ വലിച്ചു നീട്ടിയാൽ ഇങ്ങനെ പെർസ്പെക്റ്റീവ് ആവും. ഓക്കെ, അങ്ങനെ ആക്കുക. എന്നിട്ട് കുറച്ച് ഉള്ളിലേക്ക് ആക്കുക. ഇത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കണ്ട കേട്ടോ, ഇത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കണ്ട, കാരണം അത് നമുക്ക് ഇനി മോഡിഫൈ ചെയ്യണം. ഇതിൻ്റെ അകത്ത് തന്നെ മോഡിഫൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ റാസ്റ്ററൈസ് ചെയ്യുക വീണ്ടും. ആ ഒരു ലെയർ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് റാസ്റ്ററൈസ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് വെച്ചാൽ പെൻ ടൂൾ എടുക്കുക. പെൻ ടൂൾ എടുത്തിട്ട് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇത് മൊത്തം ഫില്ല് ചെയ്യണം. ഇങ്ങനെ കാറിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് ഈ ഒരു ഏരിയ എത്തുമ്പോൾ ഇത് അതേപോലെ തന്നെ ഈ ഒരു ഏരിയ എത്തുമ്പോൾ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം എടുത്തിട്ട് ജസ്റ്റ് എന്താ ഏത് കളറാണ് അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഫില്ല് ചെയ്യുക. എന്നിട്ട് അടിഭാഗത്ത് എന്തായാലും ലൈറ്റ് വരുമല്ലോ, ആ ഒരു ഏരിയ മാത്രം നമ്മൾ കുറച്ച് പെൻ ടൂൾ കൊണ്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് അടിക്കുക. അതേപോലെ ഈ ഒരു ഏരിയ ഡിലീറ്റ് അടിക്കുക. ഇതൊക്കെ ഒരു പെർസ്പെക്റ്റീവ് സാധനമാണ് കേട്ടോ, പെർസ്പെക്റ്റീവിലൂടെ ചെയ്യേണ്ട സാധനമാണ്. അതേപോലെ ഇവിടെ കാറിൻ്റെ ഷാഡോ എങ്ങനെ ഇരിക്കുന്നുണ്ടതിൻ്റെ ഒരു ഐഡിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം മനസ്സിൽ.
കുറച്ചൊക്കെ അങ്ങനെ ഒരു ആർട്ടിസ്റ്റിക് സാധനം കിട്ടണം. ഇനി സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക. ഇനി ഈ സാധനം സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നേരെ ഫിൽറ്ററിൽ വന്നിട്ട് ഫിൽറ്റർ ഗാലറി എടുക്കുക. എന്നിട്ട് ടിൽറ്റ് ഷിഫ്റ്റ് എടുക്കുക. നേരെ എന്ത് ചെയ്യുക, ഇതെടുത്തിട്ട് സെൻറ്ററിൽ ആക്കുക. എന്നിട്ട് നമ്മളൊന്ന് ബ്ലർനെസ് കൂട്ടി കൊടുക്കുക. ഓക്കെ, ഇവിടെ കൂട്ടിയാലും മതിട്ടാ. നമ്മളിങ്ങനെ നോക്കുക എവിടെ നിന്നാണ് ആ ഷാഡോ വരേണ്ടത് എന്നുള്ളത്. കണ്ടോ? അപ്പോൾ ആ ട്രാൻസിഷൻ നമുക്കിങ്ങനെ കാണാൻ കഴിയും. ഇതെന്തിനാണ് കൊടുത്തതെന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ ആ ഒരു ഷാഡോ, ആ ഷാഡോൻ്റെ പേര് എന്താണ്? ഒരു മിനിറ്റ്, എനിക്കൊരു സമാധാനമില്ല. ഷാഡോൻ്റെ പേര് ഇട്ടിട്ട് ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ ഗൈസ്, ആ ഷാഡോൻ്റെ പേരാണ് കാസ്റ്റൽ ഷാഡോ. കാസ്റ്റൽ ഷാഡോൻ്റെ അല്ലേ, സോറി, കാസ്റ്റ് ഷാഡോ. കാസ്റ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ഷാഡോൻ്റെ പേര്. അപ്പോൾ നമ്മൾ വീണ്ടും ബ്ലർ ഗാലറിയിൽ എടുത്തിട്ടേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, അതായത് ആ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഏരിയ, അത് വല്ലാണ്ട് ഷാർപ്പാവാനും പാടില്ല, വല്ലാണ്ട് ബ്ലറാവാനും പാടില്ല. അതുകൊണ്ടാണ് ഈ ട്രാൻസിഷൻ സ്മൂത്താക്കാൻ നോക്കുന്നതിന്. ഓക്കെ, ഇത് മതി, സെറ്റ്. ഓക്കെ, ഇനി ഇത് മൾട്ടിപ്ലൈ ആക്കുക. ഓക്കെ, മൾട്ടിപ്ലൈന് ശേഷം ഇതും ബ്ലെൻഡിഫ് കൊടുക്കണം. ബ്ലെൻഡിഫ് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, ഇല്ലെങ്കിൽ ശ്രദ്ധിച്ചോ. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ലെയറിൻ്റെ നെയിമുമ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നെയിം മാറ്റുക, എന്തെങ്കിലും പേര് കൊടുത്തോണ്ട് വന്നിട്ട് കേട്ടോ. അതിലറിയാതെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും പേരും കൊടുത്തോണ്ട്. അല്ലെങ്കിൽ ഇവിടെ ബ്ലാങ്ക് ആയിട്ടുള്ള ലെയറിൻ്റെ കുറച്ച് ഏരിയ അല്ലേ, അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അണ്ടർലൈൻ ലെയർ എന്നിട്ടൊരു സാധനം കാണിക്കും. അവിടുന്ന് നമ്മൾ ബ്ലാക്ക് ഇങ്ങനെ ഇതാക്കിയാൽ ബ്ലാക്ക് മൊത്തം പോകും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വൈറ്റാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് നീക്കാം. ഓക്കെ, കുറച്ചിങ്ങോട്ട് നീക്കിയിട്ട് എന്നിട്ട് ആൾട്ട് പ്രസ് ചെയ്യുക. ആൾട്ട് പ്രസ് ചെയ്തിട്ട് ഈ ലെഫ്റ്റ് സൈഡ് റൈറ്റ്, ശരിക്കും പറഞ്ഞാൽ രണ്ടെണ്ണമാണ്, അതിൽ ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് മുറിഞ്ഞു പോരും. എന്നിട്ട് അതിങ്ങനെ നീക്കുക. അപ്പോൾ കണ്ടാവണത്. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് വിട്ട് നീക്കുക. എന്നിട്ട് കുറച്ച് ഫില്ലോ പ്ലാസ്റ്റിക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ സംഭവം സെറ്റാവും. കണ്ടോ? ഇനി ഇതിനെന്ത് ചെയ്താൽ മതി, ഒരു മാസ്ക് കൊടുത്താൽ മതി. മാസ്ക് കൊടുക്കുക, കൺട്രോൾ ഐ ക്ലിക്ക് ചെയ്യുക, ബ്രഷ് എടുക്കുക, വൈറ്റ് ബ്രഷ്, ഫ്ലോ ഒരു 50 കൊടുത്താൽ മതി. ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക. ഇപ്പോൾ കണ്ട, അതിനൊരു കാസ്റ്റ് ഷാഡോ വന്ന്. സംഭവം മനസ്സിലായില്ലേ? അടുത്തത് നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ കാറൊന്ന് അത് ഞാൻ പിന്നെ ചെയ്തോളാം. നമുക്ക് ഷാഡോ ആണല്ലോ വേണ്ടതില്ലേ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഷാഡോ വെക്കണം അല്ലേ. ഇതിൻ്റെ അടിഭാഗത്ത് ഷാഡോ കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഷാഡോ കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, സ്മാർട്ട് ഒബ്ജക്റ്റ് പോയാൽ കോപ്പി അടിക്കുക, നേരെ അതിൻ്റെ ഉള്ളിൽ കയറുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഇത് കളയുക. അപ്പോൾ അവിടെ പുല്ലാണ് വരുന്നത്, മനസ്സിലായ? അപ്പോൾ പുല്ല് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ മാനുവലായിട്ട് തന്നെ കൊടുക്കണം ഷാഡോ. അപ്പോൾ നമ്മളായിട്ട് ഡിലീറ്റ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഒരു ലെയർ ഉണ്ടാക്കിയാൽ മതി. ഒരു ലെയറിൻ്റെ അടിയിൽ തൊട്ടടിയിൽ പുതിയ ലെയർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ മേളിലാണല്ലോ ഉണ്ടാവുന്നത്, എന്നിട്ട് താഴത്തേക്ക് കിട്ടിയല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് പ്ലസ് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ താഴത്താ വരിക, മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് ബ്രഷ് എടുക്കുക. ബ്രഷ് എടുത്തിട്ട് ഈ ബ്രഷ് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ സോഫ്റ്റ് ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ സ്ക്വീസ് ചെയ്താൽ മതി. എന്നിട്ട് ഫ്ലോ എടുത്തിട്ട് ഒരു 10 കൊടുക്കാം. 10 എന്നിട്ട് ഒപ്പാസിറ്റി ഒരു 80 കൊടുക്കുക. അത് ബ്രഷ് എടുക്കുക, ബ്ലാക്ക് എടുക്കുക, നൈസായിട്ട് ഇവിടെ ഇങ്ങനെ കൊടുക്കുക, ഷാഡോ കൊടുക്കുക, ഇവിടെയും കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെയും കൊടുക്കുക. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് ഒരു കോണ്ടാക്ട് ഷാഡോ. ഞാൻ ജസ്റ്റ് നൈസാക്കിയിട്ട് ഉണ്ടാക്കിയൊരു കോണ്ടാക്ട് ഷാഡോ ആണ്. നമുക്കിതിൽ ഞാൻ പറഞ്ഞിട്ട് ബാക്കിയുള്ള ഷാഡോകൾ ഉണ്ടാക്കണം. കോണ്ടാക്ട് ഷാഡോ, ഗ്ലോബൽ ഷാഡോ, കാസ്റ്റ് ഷാഡോ, അങ്ങനെ 3 എണ്ണമാണത്. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാസ്റ്റ് ഷാഡോ. ഇപ്പോൾ ടച്ച് ഷാഡോ ആയി, ഇനി കാസ്റ്റ് ഷാഡോ. കാസ്റ്റ് ഷാഡോ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ട്രിക്കി ആയിട്ട് എടുക്കണം. കാരണം ഇവിടുന്ന് സൂര്യൻ വരികയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സൂര്യൻ ഇങ്ങോട്ട് വരികയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ഷാഡോ ഇതിന് കൊടുക്കണം. അപ്പോൾ നമ്മൾ ലാസോ ടൂൾ എടുക്കുക. പൊളിഗണൽ ലാസോ ടൂളാണ് നല്ലത്. ജസ്റ്റ് എടുത്തിട്ട് ഇവിടെ ഒരു വര വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു
സാധനത്തിൽ തന്നെയാണ് എല്ലാതും പോകേണ്ടത്. മനസ്സിലായോ? ഇവിടെ നമ്മൾ ലൈറ്റ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ആ അടുത്ത് വന്നോളും. ഓക്കെ, ബ്രഷ് എടുക്കുക, നമ്മളിവിടെ ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഒരു സംഭവം വന്ന് കണ്ടോ, ഇവിടെ അതേപോലെ കൊടുക്കുക. പക്ഷെ അത് ആ ഒരു ബോണറ്റ് ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യില്ല, ഇവിടുത്തെ ഇങ്ങനെ വല്ലാണ്ട് കാണില്ല. മനസ്സിലായോ? അപ്പോൾ ഇത്രേ കാണുള്ളൂ. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇവിടെ അതേപോലെ തന്നെ സെറ്റാക്കുക. ഓക്കെ, അതിന് നമ്മൾ കുറച്ചൊരു ട്രാൻസിഷൻ കൊടുക്കുക. അതേപോലെ ഇവിടെ പിന്നെ വല്ലാതെ വരില്ല, എന്നാലും നമുക്ക് ചെറുതായിട്ട് കൊടുത്ത് നമ്മൾ സമാധാനത്തിൽ അങ്ങനെ കൊടുത്തുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ കാസ്റ്റ് ഷാഡോ ആഡ് ചെയ്ത് ഗ്ലോബൽ ഷാഡോ ആഡ് ചെയ്ത് അടുത്തതായിട്ട് ഇത് ഞാൻ ആ ഒരു റൊമാൻറ്റിക് സീന് റോം എന്നിട്ട് കേട്ടോ, അതൊരു ഗ്രൂപ്പ് വിത്തിൻ്റെ ഗ്രൂപ്പാണ് കേട്ടോ ആ ഒരു റോം. ഓക്കെ, ഇതിൻ്റെ അകത്താണ് എല്ലാ പരിപാടിയും നടക്കുന്നത്. ഓക്കെ, ഷാഡോ എടുത്തിട്ട് നമ്മൾ ഗ്ലോബൽ ഷാഡോ എടുക്കണം. ഗ്ലോബൽ ഷാഡോയിൽ നമ്മൾ ഭയങ്കര വൈഗായിട്ട്, അതായത് റാൻഡം രീതിയിൽ നമുക്ക് ഷാഡോ കൊടുക്കുക. അങ്ങനെ കണ്ട ആ ഒരു ഷാഡോ അങ്ങനെ കൊടുക്കുകയാണ്. ഇത് മൾട്ടിപ്ലൈ ആവണം കേട്ടോ, കാരണം ബാക്കിലുള്ള ഒരു ലെയറിൻ്റെ അതേ ഷാഡോ തന്നെ വേണ്ടത്. ഇതിപ്പോൾ ആവുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ റെഡിൻ്റെ ഡാർക്ക് എടുത്തിട്ട് വേണം നമുക്കത് ചെയ്യാൻ. ഓക്കെ, ഇനി ഇവരുടെ കാല് താഴെ തട്ടുന്ന ആ ഒരു ഭാഗത്തുണ്ട്, അവിടെ കുറച്ചും കൂടി ഡാർക്ക് കൊടുക്കുക, ഒരു കോൺടാക്ട് ഷാഡോ കൊടുക്കാം കേട്ടോ. അങ്ങനെ കോൺടാക്ട് ഷാഡോ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇവിടെ വേറൊരു ബ്രഷ് ഉണ്ട്, ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള വേറൊരു ബ്രഷാണ്, നല്ലൊരു കിടിലം ബ്രഷാണ്. അത് എവിടെ ഉണ്ട് നോക്കട്ടെ, ഇതാ എടുത്താൽ മതി. അതല്ല സൂപ്പർ ബ്രഷാണ്. എടുത്തിട്ട് പാസ്റ്റൊക്കെ കൂട്ടിയിടുക. നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചു തന്നൊരു ബ്രഷ് പോലത്തെ ഒരു ബ്രഷാണ്. ഇതൊക്കെ നിങ്ങൾക്ക് മറ്റേ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ ഒന്ന് കൊടുക്കുക, ഇയാളുടെ കാലിൻ്റെ അടിയിലൊന്ന് ഇവിടെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇവിടെയും കൊടുക്കുക. എന്നിട്ട് ഒരെണ്ണം ഇവിടെയും കൊടുത്തോ, 25. ഓക്കെ, ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കുക. അപ്പോൾ നല്ല സൂപ്പറായിട്ട് അവിടെ വന്നോളും. സംഭവം കണ്ട, ഇപ്പോൾ ഇതൊക്കെ ആ ഒരു സാധനത്തിൻ്റെ അടിയിലുള്ള ലെയേഴ്സാണ്, ഷാഡോ ആണ്. ഇത് മൊത്തം ഗ്രൂപ്പ് ചെയ്യുക, ഷാഡോ ഒന്ന് കൊടുക്കുക. ഇത് കണ്ട കാറ്. ഓക്കെ, കാർ ഒരു ലെയറാണ്. കാറിൻ്റെ ഉള്ളിൽ കയറിയാൽ ഇത് മറ്റേ ഫൈറ്റേഴ്സ്, ഇത് ആ റൊമാൻസ്, ആ മൊത്തം ഒരു ലെയറാണ്. കണ്ട, അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിടുക. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? അത് ലിങ്ക് ചെയ്താൽ നമുക്ക് ഈ പരിപാടി നടക്കില്ല. അപ്പോൾ നമുക്കത് മനസ്സിലായി വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ഫൈറ്റേഴ്സിനെ സെറ്റാക്കാം. ഫൈറ്റേഴ്സിൻ്റെ പോവാം. ഫൈറ്റേഴ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഫൈറ്റേഴ്സ് ഷാഡോ സെറ്റ് ആക്കണം അല്ലേ. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, വരിക. ഓക്കെ, ഫൈറ്റേഴ്സ് പിന്നെ കുഴപ്പമില്ല, ഷാഡോസ് ഒന്നും എല്ലാ ഷാഡോസും അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. സേവ് ചെയ്യുക, ബാക്കൊക്കെ വരിക. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ, ഈ കാറുണ്ടല്ലോ, കാറിൻ്റെ ലെയേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുവരാം. ഓക്കെ, റൊമാൻസ് മുകളിലത്തെ ലെയറായിട്ട്, ഇത് താഴത്തുള്ള ലെയറായിട്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ, എനിക്ക് ഈ ഒരു ഷാഡോ ഉണ്ടല്ലോ കാറിലേക്ക് മാത്രം ക്ലിപ്പ് ചെയ്യണം. കണ്ടാ, കാറിലേക്ക് മാത്രം ക്ലിപ്പ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇത് മൾട്ടിപ്ലൈ ആക്കിയാലോ, എന്നിട്ട് Ctrl U അടിച്ചിട്ട് സാറ്റുറേഷൻ കുറക്കുകയാണ്. സാറ്റുറേഷൻ കുറക്കുമ്പോൾ ആ ഒരു യെല്ലോ സംഭവം പോവും. എന്നിട്ട് Ctrl L അടിച്ചിട്ട് ഡാർക്ക് കുറച്ച് കൂട്ടുക, വൈറ്റ് കുറച്ച് കുറക്കുക. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഷാഡോൻ്റെ ഇത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിന് മാസ്ക് കൊടുക്കുക, ബ്രഷ് എടുക്കുക, ബ്ലാക്ക് ബ്രഷ് എടുക്കുക, ഫ്ലോ കുറക്കുക, നോർമൽ ബ്രഷ് ആക്കുക, ഈ ഒരു ഏരിയ ഇങ്ങനെ സ്മൂത്താക്കുക. കണ്ടോ, എനിക്ക് ആ ഒരു ഏരിയ സ്മൂത്താക്കാൻ പറ്റും. ഓക്കെ, ഇനി അത് ഫൈറ്റേഴ്സ്. പിന്നെ ഞാനൊരു ഗ്രൂപ്പ് ആക്കുന്നില്ല, കാരണം അതിൻ്റെ ആ ഒരു ഷാഡോ കാറിലേക്ക് ഫ്ലിപ്പ് ആവുകയാണല്ലോ, അതുകൊണ്ട് ഞാനത് സ്മൂത്ത് ആക്കുന്നില്ല. എനിക്ക് ഈ റോം കോമിൻ്റെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് ഞാൻ കൊണ്ടുവരാൻ പറ്റാൻ നോക്കട്ടെ കേട്ടോ. ആ ഒരു സൺസെറ്റ് വെറുതെ ട്രൈ ചെയ്യാണ്, ചിലപ്പോൾ ഞാൻ റിമൂവ് ചെയ്യും അത്. ആ ഒരു സുഖമല്ലേ, വേണ്ട അത് വേണ്ട. ഓക്കെ,
ഇനി നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ ഈ റോംകോമിൻ്റെ ബാക്കിലായിട്ട് റൊമാൻസിൻ്റെ ആ ഒരു ലെയർ ഉണ്ടല്ലോ, ഈ കാർ എന്നുള്ള ലെയറിൻ്റെ ബാക്കിലായിട്ട് ഒരു ഫ്ലയർ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഫ്ലയർ എടുക്കട്ടെ. ഫ്ലയർ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല തോന്നുന്നു. ഫ്ലയർ ഒന്ന് ഡൗൺലോഡ് ചെയ്യട്ടെ കേട്ടോ. ചിലപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടാവും കേട്ടോ ഫ്ലയർ. ഇല്ല, ഫ്ലയർ ഇല്ല. ഞാൻ ഫ്ലയർ ഒന്ന് ഡൗൺലോഡ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, ഞാൻ കുറച്ച് ഫ്ലയറുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഓരോ നീച്ചിടട്ടെ കേട്ടോ. ഇത് നൈസായിട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ, കൺട്രോൾ സി കൺട്രോൾ വി, സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക, നേരെ ചെറുതാക്കുക. ഇവിടെ വെച്ചിട്ടേ ഞാനൊന്ന് നോക്കട്ടെ സ്ക്രീൻ. ഓക്കെ, കുഴപ്പമില്ല. അതിനനുസരിച്ചിട്ടുള്ളൊരു സംഭവം അവിടെ വിസിബിൾ ആവുന്നുണ്ട് അല്ലേ. ആ ഒരു ലെയർ സെപ്പറേറ്റ് ആയി നിൽക്കുന്നുണ്ട്. ഓക്കെ, നൈസായിട്ടുണ്ട്. ഈ തെങ്ങിൻ്റെ കേസിൽ തെങ്ങ് ഞാനിങ്ങനെ കാറിൻ്റെ ബാക്കിലേക്ക് സൂം ചെയ്യുന്നത്. പിന്നെ ആ ഷാഡോ വർക്ക് നമുക്ക് കുറച്ച് കിട്ടും. കുറച്ചൊക്കെ നമ്മൾ മറ്റേ പുക ഒന്നായിട്ടിടണം, കാരണം ഒന്നും കുറച്ചൊക്കെ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതായിട്ട് ഇവർ തമ്മിലുള്ളൊരു സെപ്പറേഷനാണ് കേട്ടോ. ക്യാരക്ടേഴ്സ്. അടുത്ത ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഇതിലേക്ക് പോവാണ് നമ്മൾ. ഇത് വേണ്ട, ക്യാരക്ടേഴ്സിൻ്റെ സോറി ട്ടാ, നല്ല ചുമണ്ട്. അപ്പോൾ ക്യാരക്ടേഴ്സിൻ്റെ സെപ്പറേഷനിലേക്ക് പോവാണ്. അപ്പോൾ ഈ വില്ലനും നായകനും തമ്മിലുള്ള ഒരു സെപ്പറേഷൻ കാണിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, കുറച്ച് സ്മോക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ആഡ് ചെയ്യാണ്. അപ്പോൾ ഒരു ലെയർ എടുക്കുക, അതായത് ഒരു പുതിയ ലെയർ ഉണ്ടാക്കുക. ബ്രഷ് എടുക്കുക. ഈ ഒരു ബ്രഷ് നല്ല സൂപ്പർ ബ്രഷാണ്. എടുക്കുക. എടുത്തിട്ട് ഇവിടെ ഉള്ള കളർ ഉണ്ടല്ലോ, ഇവിടെ ലൈറ്റ് കളർ ഉണ്ടാവും, എടുക്കുക. ഓക്കെ, ജസ്റ്റ് നൈസായിട്ട് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഡാർക്കായിട്ടുള്ള കൊടുക്കുക. ക്ലിപ്പ് ചെയ്യണം കേട്ടോ നായകൻ്റെ മേത്ത്, അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷൻ കാണില്ല. എന്നിട്ട് ഫ്ലോ കൊടുക്കുക. ഫ്ലോ കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ നിങ്ങൾ ചെയ്യേണ്ടിട്ടത്. എന്നിട്ട് മൾട്ടിപ്ലൈ കൊടുക്കുക. മൾട്ടിപ്ലൈ ആദ്യം കൊടുത്തിട്ടാണ് കേട്ടോ മറ്റേ കുറച്ച് ലൈറ്റ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ പിന്നെ ലൈറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യം മൾട്ടിപ്ലൈ ആണ് ചെയ്യണത്. എന്നിട്ട് നോർമൽ ബ്രഷ് എടുക്കുക, ഫ്ലോ ഇറക്കുക, ആ ഒരു സെപ്പറേഷൻ ആഡ് ചെയ്യുക. അതേപോലെ നായികൻ്റെ മുകളിൽ ഒരു ലെയർ ആഡ് ചെയ്തിട്ട് ഫ്ലിപ്പ് ചെയ്യുക. നൈസായിട്ട് ഡാർക്ക് ഇങ്ങനെ കൊടുക്കുക. ഈ ഡാർക്ക് കൊടുക്കുന്നത് എന്തിനാ അറിയോ? പിന്നീട് നമ്മളൊരു ലൈറ്റ് കൊടുക്കുമ്പോൾ നല്ല വിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡാർക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കൊടുക്കുന്നത്. ആദ്യം ഡാർക്ക് കൊടുത്തിട്ട് പിന്നെ ലൈറ്റ് കൊടുക്കുക. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി അറിയണത്. അപ്പോൾ കുറച്ച് ഡാർക്കായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാവും. ഓക്കെ, അതേപോലെ വില്ലൻ്റെ ഭാഗത്തും മൾട്ടിപ്ലൈ എടുക്കുക, ഡാർക്കാക്കുക. ഓക്കെ, ഇപ്പോൾ ഇത് കണ്ട കുറച്ച് ഡാർക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് എല്ലാവരും ഭാഗത്തും. ഇനി കുറച്ച് സ്മോക്ക് ആഡ് ചെയ്യണം. ഇവിടെ സ്മോക്ക് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു, നോട്ടോ. സ്മോക്ക് ഡൗൺലോഡ് ചെയ്തിട്ടില്ല, കുഴപ്പമില്ല. സ്മോക്ക് നമുക്ക് ഈ ബ്രഷിന് എടുക്കാം. നോക്കട്ടെ, കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു കളർ എടുത്തിട്ട് ഫ്ലോ കുറച്ച് കൂട്ടിയിട്ട്, കുഴപ്പമില്ല, ഒരു ഫോഗ് സ്റ്റൈൽ വരുന്നുണ്ട്. ക്യാരക്ടേഴ്സിൻ്റെ മൊത്തം മാത്രമല്ല, കാറിൻ്റെ ബാക്കിലായിട്ടൊക്കെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. യെസ്, കാറിൻ്റെ ബാക്കിലായിട്ട് നല്ല ഒരു തെങ്ങൊക്കെ ഒന്ന് ഇതായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ആ മല ഉണ്ടല്ലോ, മല കുറച്ച് റിമൂവ് ചെയ്യാണ്ടിട്ടാ. ഇവിടെ മല എൻ്റെ മുകളിലാണല്ലോ നമ്മൾ വെച്ചത്. യെസ്, ഇതിലേതോ ഒന്നാണ്, നോട്ടെ. യെസ്, ഇതന്നെ. നമുക്ക് ആ മലൻ്റെ ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ച് റിമൂവ് ചെയ്യണം കേട്ടോ. ഈ ഒരു ഭാഗം
യെസ്. യെസ്. നമുക്ക് നായകനല്ല വില്ലൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ഈ ഒരു ഭാഗം ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് സ്മോക്ക് കൊടുക്കണം. യെസ്. അതേപോലെ നായികൻ്റെ ഇവിടെ. യെസ്. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ കുറച്ച് ഷാർപ്പ്നെസ് ഈ ക്യാരക്ടേഴ്സിന് കൊടുക്കണം. തീരെ ഷാർപ്പ് ലുക്കല്ല തോന്നുന്നത്. നമുക്ക് കുറച്ച് നേരെ ക്യാമറ റോ ഫിൽറ്ററിൽ പോയിട്ട് കുറച്ച് ഷാർപ്പ്നെസ് കൊടുക്കണം. കുറച്ച് ടെക്സ്ചർ കൂട്ടുക, ക്ലാരിറ്റി കുറച്ച് കൂട്ടുക, നേരെ ഇവിടെ വരിക, ഷാർപ്പ്നെസ് കുറച്ച് കൂട്ടുക. കണ്ടോ? റേഡിയസ് ഡീറ്റെയിൽ. ഓക്കെ. സെയിം സാധനം ഇങ്ങനെ വലിച്ചിട്ട് ആൾട്ട് പ്രസ് ചെയ്യണം കേട്ടോ. ആൾട്ട് പ്രസ് ചെയ്ത് വലിച്ചിട്ട് നേരെ നായകൻ്റെ മുഖത്ത് കൊണ്ടുപോയിടുക. അപ്പോൾ ആ എഫക്റ്റ് ഇവിടെ വരും. അത് ഈ സാധനം വലിച്ചിട്ട് നായകൻ്റെ മുഖത്ത് കൊണ്ടുപോയിടുക. ഇപ്പോൾ കണ്ട, ഞാൻ ഓരോന്ന് ഹൈഡ് ചെയ്ത് കാണിച്ചിട്ട്. ഇപ്പോൾ വില്ലൻ നല്ല ഷാർപ്പായി. നായകൻ്റെ മുഖത്ത് നോക്കിക്കോ, നല്ല ഷാർപ്പായി. നായിക നോക്കിക്കോ, നായകൻ നല്ല ഷാർപ്പായി. സെയിം സാധനം ഈ ഒരു ക്യാരക്ടർ സംഭവത്തിന് കൊടുക്കാം. നമുക്ക് നേരെ വലിച്ചിട്ട് ഇവർക്ക് കൊടുത്തോക്കാം. എന്താവാത്ത് ആയോ? അത് മറ്റേ ഫ്ലയറാണ്. ഓക്കെ. ഇപ്പോൾ സെറ്റായില്ലേ? ഓക്കെ. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് എന്താ കൊടുക്കാം? ആ ഒരു പക്ഷികൾ കൊടുക്കാം. യെസ്. പക്ഷികൾ എടുക്കാം. കോപ്പി പേസ്റ്റ്. സ്മാർട്ട് ഒബ്ജക്റ്റ്. നായികൻ്റെ ബാക്കിലായിട്ട് കൊടുക്കാം. സ്കൈൻ്റെ മുന്നിൽ കേട്ടോ. ക്യാരക്ടേഴ്സിൻ്റെ ഒപ്പമാണല്ലോ വന്നതില്ലേ? ക്യാരക്ടറിൻ്റെ ഒപ്പം വരാൻ പാടില്ല. അത് ബാക്ക്ഗ്രൗണ്ടുമായിട്ട് അലിഞ്ഞ് നിൽക്കണം. ഓക്കെ. ഇനി നമ്മൾ നേരെ ഉള്ളിൽ കയറുക. സെലക്ട് സബ്ജക്റ്റ് കൊടുക്കാം. സെലക്ട് ചെയ്ത് മാസ്ക് കൊടുക്കാം. ഓക്കെ. നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടായിട്ട് അതൊന്ന് ലയിച്ച് നിൽക്കണമല്ലോ അല്ലേ? ഒന്നുമില്ല, നമ്മൾ നേരെ ലെയർ സ്റ്റൈൽ പോവുക. ഇവരുടെ ലെയർ സ്റ്റൈൽ പോവുക, കളർ ഓവർലേ എടുക്കുക, ബാക്ക്ഗ്രൗണ്ടിലത്തെ ആ ഒരു കളർ സെലക്ട് ചെയ്യുക, ഹാർഡ് ലൈറ്റ് ആക്കുക. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ അതങ്ങനെ വന്ന് അപ്പോൾ ആൾമോസ്റ്റ് ഫിനിഷാണ്. അയ്യോ, നമ്മളെ റിച്വൽ ഏറ്റവും ഫ്രണ്ടിൽ വന്നോട്ടെ. ഓക്കെ. ഓക്കെ. ഇനി നമുക്ക് കാറിൻ്റെ ഈ ഡോറൊന്ന് കട്ട് ചെയ്തെടുക്കട്ടോ. ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഡോറ് സെലക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഗ്ലാസ് ഓക്കെ. മാസ്ക് എടുക്കുക, ഡിലീറ്റ് അടിക്കുക, സേവ് ചെയ്യുക, ബാക്കൊക്കെ വരിക. ഓക്കെ. അപ്പോൾ ബാക്കത്തെ ആ ഒരു പോരായ്മകളൊക്കെ കാണുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ല. നമുക്ക് ആ പോരായ്മ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ക്യാരക്ടറിൻ്റെ ആ ഒരു
മാസ്ക് ചെയ്താൽ മതി ബാക്കിൽ ഇരുന്നിട്ട്. കേട്ടോ, ബ്രഷ് എടുക്കുക, ബ്ലാക്ക് എടുക്കുക. ബാക്കിയുള്ളൊന്നും വലിയ വിഷയമൊന്നുമില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടി. അടുത്തത് നമ്മൾ ഈ സ്കൈ ഒന്ന് ഡ്രാമാറ്റിക് ആക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു സ്കൈ ഡൗൺലോഡ് ചെയ്തിട്ട് ഉണ്ട്, അത് നമുക്ക് അതിൻ്റെ ബാക്കിൽ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക, നോക്കട്ടോ. ഗ്രേഡിയൻറ്റ് ടൂള്, യെസ്, നല്ല നൈസായിട്ട് ബ്ലെൻഡ് ആയില്ലേ. നമുക്കിതൊന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി വെക്കാമല്ലോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുമ്പോൾ ആ ഒരു സ്കൈൻ്റെ ഇത് വേണ്ടിയില്ല അല്ലേ? വേണ്ട, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണം, ഇങ്ങനെ തന്നെ മതി, ഇത് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് എന്ത് വെച്ചാൽ എല്ലാ കളറുകളും ഷാഡോസും ഒക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഓരോന്നും ഓരോ എന്താ പറയുക കളറുകളായിട്ടാണ് നിൽക്കുന്നത്, ഒന്നും അങ്ങോട്ട് മാച്ച് ആവുന്നില്ല അല്ലേ. അപ്പോൾ അതിന് ഉള്ള ഒരു മെത്തേഡാണ് 8080 ടൂള്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ ഇതിൻ്റെ മുകളിലായിട്ട്, ഏറ്റവും മുകളിലായിട്ട് ഒരു ലെയർ ഉണ്ടാക്കണം. ആ ലെയർ എന്ന് പറയുന്നത് ഗ്രേ കളറായിരിക്കണം. അപ്പോൾ ഗ്രേ കളർ എടുക്കാം നമുക്ക്. ഇതാ സോളിഡ് കളർ അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്തിട്ട് 80 80 80 എന്നടിക്കും. ഓക്കെ, എന്നിട്ട് ഈ നോർമൽ മാറ്റിയിട്ട് കളറാക്കുക. കളറാക്കുന്നതിന് മുമ്പ് നമുക്ക് ലൂമിനോസിറ്റി എടുക്കുക, അല്ല കളറാക്കുക. കളർ എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കോൺട്രാസ്റ്റും ബ്രൈറ്റ്നസ്സും എല്ലാം ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെ ആക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ കളർ ഏറ്റവും മുകളിലുണ്ടല്ലോ, ഇനി നമുക്ക് ഫസ്റ്റ് ഈ കാറുമ്പോൾ തന്നെ തുടങ്ങാം. കാറ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് കാറിൻ്റെ ലെയർ. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു കർവ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇട്ടാണ്. അത് ക്ലിപ്പ് ചെയ്യണം കേട്ടോ. ഞാൻ ഓൾറെഡി ഇപ്പോൾ ക്ലിപ്പ് ഉള്ളതുകൊണ്ടാണ് പിന്നെ അത് ഞാൻ സെപ്പറേറ്റ് ക്ലിപ്പ് ആക്കേണ്ട ആവശ്യം വരാറുള്ളത്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ബേസ് ആയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ബേസ് ആയിട്ടിരിക്കുന്നത് ഈ ബാക്ക്ഗ്രൗണ്ടാണ്. ഓക്കെ, ആ ഒരു ഫ്ലോർ, ആ ഫ്ലോറിന് മാച്ച് ആവണം എല്ലാ ലെയേഴ്സും. അപ്പോൾ ഇതിനെ മാച്ച് ആക്കുന്ന രീതിയിൽ ഈ കർവ് അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് കർവ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യാൻ, ഇവിടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് കണ്ട, ഇത് കുറച്ച് ഗ്രേ കളർ കൂടിയിട്ടുണ്ട് അല്ലെ, ഒരു ബ്രൈറ്റ്നസ് കൂടിയിട്ടുണ്ട്. ഇത് കണ്ട, ഇവിടെ ഒന്നും വലിയ ഏരിയാസ് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു ഏരിയാസൊക്കെ നമ്മൾ സെലക്ട് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. നോക്കി ഈ കൈയിൻ്റെ ഭാഗം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കണ്ടോ. ആ ഒരു ഏരിയ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഏകദേശം അത് മാച്ചായിട്ട് വന്ന്, പക്ഷെ മേലത്തെ ഭാഗമൊക്കെ ലൈറ്റായിട്ട് നമ്മൾ അവിടെ മാത്രം ഇങ്ങനെ ആക്കുക കണ്ടോ. ഏകദേശം വന്ന് അല്ലേ. പക്ഷെ എന്നാലും നമുക്ക് എന്തുണ്ട്, ഒരു ചെറിയൊരു ഗ്രേ കളർ വേണം അവിടെ. നമ്മൾ കുറച്ച് പൊടിക്ക് പൊന്തിച്ചു കൊടുക്കുക. എന്താ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി നേരുന്നു. ഓക്കെ, കുറച്ച് നേരം ഇരുന്നാൽ നിങ്ങൾക്ക് കൈമാറ്റ ഒരു സംഭവമൊക്കെ മനസ്സിലാവും. ഇനി അടുത്തത് ഈ ഫ്യൂണറലുള്ള ആ ഒരു ക്യാരക്ടറും ആ ഒരു സംഭവം ചിതാവസം, ആ ഒരു എന്താ പറയുക, റിച്വൽ വാട്ടവർ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ അതിന് ഒരു കർവ് അഡ്ജസ്റ്റ്മെൻറ്റ് എടുക്കുക, അത് ക്ലിപ്പ് ചെയ്യുക. കണ്ടോ, ഇവിടെ ക്ലിപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി നമുക്ക് നോക്കുക ആ ഒരു ഇത് കറക്റ്റ് ആണോ എന്നുള്ളത് കുറച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അത് അഡ്ജസ്റ്റായി. അടുത്തത് എന്താണ്, ഈ ബാക്ക്ഗ്രൗണ്ടായിട്ട് മാച്ച് ആവാത്തത് ഈ തെങ്ങൊക്കെ അല്ലേ, തെങ്ങിന് നമ്മൾ അതേപോലെ എന്ത് കൊടുക്കുക, കർവ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കണം. തെങ്ങിൻ്റെ ലെയർ നമ്മൾ സെലക്ട് ചെയ്യുക. കണ്ടോ, നേരെ കർവ് അഡ്ജസ്റ്റ്മെൻറ്റ് എടുക്കുക, ക്ലിപ്പ് ചെയ്യുക, ഒന്നങ്ങോട്ട് കുറക്കുക. കണ്ടോ, സെറ്റായി. അടുത്തത് ഈ തെങ്ങ് തന്നെയല്ലേ, യെസ്. കർവ് അഡ്ജസ്റ്റ്മെൻറ്റ് എടുക്കുക, ക്ലിപ്പ് ചെയ്യുക, ഒന്ന് കുറക്കുക. അടുത്തത് ഏതാ, ഫൈറ്റേഴ്സൊക്കെ ഏകദേശം കറക്റ്റാണ്, പക്ഷേ ഈ ഒരു ഏരിയ ഇത് കുറച്ച് ബ്രൈറ്റ്നസ് കുറച്ച് കൂട്ടണം അല്ലേ.
നമ്മൾ നേരെ കർവ് അഡ്ജസ്റ്റ്മെൻറ്റ് എടുക്കുക, ക്ലിപ്പ് ചെയ്യുക. കണ്ടോ? അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയ സെറ്റായി, കാറ് ഫുള്ള് സെറ്റായി. ഇനി നമുക്ക് ഇത് സെറ്റായിട്ടില്ല ക്യാരക്ടർ. അത് നമ്മൾ അങ്ങോട്ട് പോവുക. ആ ഒരു ക്യാരക്ടറല്ല 6 എന്നുള്ള ലെയർ, ആ അച്ഛനും അമ്മയും ഹഗ് ചെയ്യുന്നത്, അതിൻ്റെ മുകളിൽ നമ്മളൊരു കർവ് അഡ്ജസ്റ്റ്മെൻറ്റ് ആഡ് ചെയ്യുക. അതൊന്ന് ക്ലിപ്പ് ചെയ്തിട്ട് ഒന്ന് കുറക്കണം. അതിന് കുറച്ച് ലൈറ്റ്നെസ് കൂടിയിട്ടുണ്ട്, കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ആവശ്യമാണ്. ഓക്കെ, അടുത്തത് ഇനി ആരാ? അടുത്തത് ക്യാരക്ടേഴ്സൊക്കെ ഇതിനായിട്ട് മാച്ചായി നിൽക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലുമിനോസിറ്റി ഒന്ന് കുറച്ച് ഒഴിവാക്കി വെക്കാം. കണ്ട, ആ ഷാഡോസും കാര്യങ്ങളൊക്കെ കറക്റ്റായി, മനസ്സിലായ? പക്ഷേ ഇനി എന്താണ്, ഇപ്പോൾ നോക്കിക്കോ, അത് ഓരോന്ന്. ഇപ്പോൾ ഞാൻ എല്ലാ കർവ് അഡ്ജസ്റ്റ്മെൻറ്റും ഇങ്ങനെ ഹൈഡ് ചെയ്ത് നോക്കണം. ഇവിടെ ഇപ്പോൾ കാറിൻ്റെ മുകളിലുള്ള ഒന്ന് ഹൈഡ് ചെയ്ത് നോക്കാം. കാറ് കാറിൻ്റെ മുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലം കണ്ടോ? ഇപ്പോൾ മാച്ചായില്ലേ സാധനം? അതേപോലെ ഈ റോം കോമിൻ്റെ ആ ഒരു കർവ് കണ്ടോ, അത് സെറ്റായില്ല. അപ്പോൾ അതാണ് 80-80 റൂളിൻ്റെ ആ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ 80-80 തന്നെ ഈ സെയിം എന്താ പറയുക ലെയർ ഉണ്ടല്ലോ, അത് കളറിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ ലുമിനോസിറ്റി ആക്കുക. ലുമിനോസിറ്റി ആക്കുമ്പോൾ കണ്ടില്ലേ, നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഒന്നും കാണാൻ കഴിയില്ല. എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് കാണാനൊന്നുമില്ല. ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഹ്യൂ സാറ്റുറേഷൻ അഡ്ജസ്റ്റ്മെൻ്റ് ഇടുക. എന്നിട്ട് സാറ്റുറേഷൻ കുറച്ച് കൂട്ടുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും സാറ്റുറേഷൻ ഭയങ്കരമായിട്ട് കൂടിയതായിട്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോമൺ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. ഞാൻ ഈ വില്ലനെയാണ് കോമൺ ആയിട്ട് കരുതുന്നത്. അപ്പോൾ ഈ വില്ലൻ്റെ മുഖത്തുള്ള മഞ്ഞ, ആ ഒരു റെഡ്, ആ ഒരു ബ്ലൂ, ആ ഒരു ഷെയ്ഡ് എല്ലാത്തിനും വരുന്ന രീതിയിൽ നമ്മൾ ഹ്യൂ സാറ്റുറേഷനും മറ്റേ കളർ ഒബ്ജക്റ്റ് കളർ ബാലൻസും ഒക്കെ ചെയ്തിട്ട് ഇതിനനുസരിച്ചിട്ട് നമ്മളെല്ലാതും അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് നോക്കിക്കോ. ഫസ്റ്റ് ചെയ്യുന്നത്, ആദ്യം ഈ കാറ് സെലക്ട് ചെയ്യുക. അല്ലേ, കളർ ഒബ്ജക്റ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. വീണ്ടും ഇതിന് ഒരു മുകളിലായിട്ട് ഒരു കർവ് അഡ്ജസ്റ്റ്മെൻറ്റ് എടുക്കുക. അതും ക്ലിപ്പ് ചെയ്യുക. ഓക്കെ, ക്ലിപ്പ് ചെയ്യണം കേട്ടോ, എല്ലാതും ക്ലിപ്പ് ചെയ്യണേ. എന്നിട്ട് ഇതിൻ്റെ റെഡ് ഉണ്ടല്ലോ, ഈ ഒരു ബ്ലൂ, ഈ ഒരു ഗ്രേ കളർ ഉണ്ടല്ലോ, ഇവിടെ ഈ ഒരു ഗ്രേ കളർ, ആ ഗ്രേ കളർ ആവണം ഇതിൻ്റെ ഈ ഒരു ഭാഗത്തുള്ളത്. അപ്പോൾ നോക്കുക, നമുക്കിവിടെ ഏതാ ഉള്ളത്? ഇവിടെ വലിയ ബ്ലൂവും കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു ബ്ലൂവേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, ബ്ലൂ കുറക്കണം. അപ്പോൾ നമ്മൾ RGB എടുത്തിട്ട് ബ്ലൂ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഹാൻഡിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് താഴത്തേക്ക് ഡ്രാഗ് ചെയ്യുക. കുറച്ച് ഡ്രാഗ് ചെയ്യണം കേട്ടോ, കുറച്ച് ഡ്രാഗ് ചെയ്യുക. കുറച്ച് ഡ്രാഗ് ചെയ്യുമ്പോൾ ആ ഒരു മഞ്ഞ അങ്ങനെ കയറി വരും. ചെറുതായിട്ട് ആ ഒരു ബ്ലൂ കുറഞ്ഞിട്ടുണ്ടാവും കണ്ടോ? അപ്പോൾ ആ ഒരു കാറുമെന്ന് കുറച്ച് ബ്ലൂ കുറഞ്ഞിട്ടുണ്ടാവും. അതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഹ്യൂ സാറ്റുറേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഇട്ടിട്ട് ക്ലിപ്പ് ചെയ്തിട്ട് ഒരു പൊടിക്ക് സാറ്റുറേഷൻ കുറക്കുക. കുറച്ചങ്ങനെ പോകും കേട്ടോ, കുറച്ച് കുറക്കുക. ഓക്കെ, യെസ്. അതായത് ആ വില്ലൻ്റെ ആ ഒരു ലിപ്പ് വേണ്ട, അത്ര റെഡൊക്കെ മതി ഇതിന്. ഓക്കെ, ഇനി അടുത്തത് കാറ് സെറ്റായി. എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇവിടെ ഒരു ചെറിയൊരു സംഭവം കൂടി ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറും കൂടി എടുത്തിട്ട് ക്ലിപ്പ് ചെയ്തിട്ട് ഒന്ന് കുറക്കുക. എന്നിട്ട് അത് മാസ്കിൽ Ctrl+I പ്രസ് ചെയ്തിട്ട് ബ്രഷ് എടുക്കുക. എന്നിട്ട് വൈറ്റ് ബ്രഷ് എടുത്തിട്ട് ആ കാറിൻ്റെ ഇവിടെ അങ്ങനെ നൈസായിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കാർ സെറ്റാണ്. അടുത്തത് ഈ ഒരു റൊമാൻറ്റിക് കപ്പിള്, അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സാറ്റുറേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഇട്ടിട്ട് കുറച്ച് കുറക്കുക ഒരു പൊടിക്ക്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നീരുണ്ടല്ലോ, ആ നീല കുറച്ച് കുറക്കണം. അപ്പോൾ വീണ്ടും കർവ് അഡ്ജസ്റ്റ്മെൻറ്റ് ആഡ് ചെയ്തിട്ട് ക്ലിപ്പ് ചെയ്യുക, ബ്ലൂ എടുക്കുക, ബ്ലൂവിൽ ക്ലിക്ക് ചെയ്യുക. ആ ബ്ലൂ ഒന്നിങ്ങനെ കുറച്ചൊരു റെഡ്, ഒരു ബ്ലൂ കളർ കൊടുക്കുക. ഓക്കെ, ഒരു യെല്ലോ കളർ കൊടുക്കുക. അതുപോലെ ഈ റിച്വലിൽ പങ്കെടുക്കുന്ന ആൾക്ക് ഓവറാണ്, ഭയങ്കര റെഡ് കളർ ഭയങ്കര ഓവറാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു കർവ് അഡ്ജസ്റ്റ്മെൻറ്റ് ആഡ് ചെയ്യുക, അത് ടോപ്പ് ഇടുക. റെഡ് സെലക്ട് ചെയ്യുക, റെഡ് കുറച്ച് കുറക്കുക. റെഡ് അല്ലല്ലേ അത് വേറെ കളറാണ്, അത് എടുക്കുക.
RGB സെലക്ട് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് റെഡ് സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ കുറക്കുക, എന്നിട്ട് കുറച്ച് ഹ്യൂ സാച്ചുറേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ഇട്ടിട്ട് കുറച്ച് കുറക്കുക. അപ്പോൾ ഏകദേശം നമ്മളിലുള്ള ആൾക്കാരുമായിട്ടൊന്ന് മാച്ച് ആവും. ഇനി ഈ ഹഗ് ചെയ്യുന്നത് അല്ലേ, ഹഗ് ചെയ്യുന്നതിൽ ഓവറായിട്ട് മഞ്ഞ വരുന്നുണ്ട്. അത് നമ്മൾ എന്ത് ഇട്ടിട്ടാണ്, ആ ഒരു ഇതിട്ടുകൊണ്ടാണ്, ഫ്ലയർ ഇട്ടതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ അടിയിൽ ഒന്നും കൂടി ആ ഒരു കർവ് അഡ്ജസ്റ്റ്മെൻറ്റ് ആഡ് ചെയ്തിട്ട് കുറച്ച് ബ്ലൂ കയറ്റി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് കുറച്ച് ഹ്യൂ സാച്ചുറേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഇട്ടിട്ട് ഒന്ന് പൊടിക്ക് കുറക്കുക. അപ്പോൾ ബാക്കിയുള്ളതായിട്ടൊന്ന് മാച്ച് ആവും. ഇനി നമ്മൾ സ്കൈ ഒന്ന് നോക്കാം നമുക്ക്. സ്കൈയിലിപ്പോൾ ഈ ഒരു സ്കൈനാണ് ഇപ്പോൾ ആ ഒരു ബ്ലൂ കുറച്ച് കൂടുതലുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യുക, ഒരു പൊടിക്ക് സാച്ചുറേഷൻ കുറച്ചിട്ട് ശരിയാക്കാൻ നോക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കളർ അഡ്ജസ്റ്റ്മെൻറ്റ് എടുക്കുക, കളർ ബാലൻസ് എടുത്തിട്ട് കുറച്ച് യെല്ലോ കൂട്ടി കൊടുക്കുക. എന്നിട്ട് കുറച്ച് യെല്ലോ കൂട്ടി കൊടുക്കുക. ഹൈലൈറ്റിൽ കുറച്ച് യെല്ലോ കൂട്ടി കൊടുക്കണ്ട, വേണ്ട, ഹൈലൈറ്റിൽ 0 തന്നെ ഇരുന്നോട്ടെ. ഇനി നമ്മൾ നോക്കുമ്പോൾ ചെറുതായിട്ടൊരു മാച്ചിങ് ആണ് കാണിക്കും നമ്മൾ ആ ലുമിനോസിറ്റി ഓഫ് ആക്കുമ്പോൾ. എന്നാലും ഇത് ശരിയായിക്കൊള്ളുന്നില്ല കേട്ടോ, നമ്മൾ വീണ്ടും മാനുവലി നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും. അത് നമുക്ക് നോക്കാം. കണ്ടോ, ഇപ്പം ഒക്കെപ്പാടൊന്നും മാച്ചായി വന്നില്ലേ കളറൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ചും കൂടി അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യമാവുന്നുള്ളൂ. അപ്പോൾ കാറിൻ്റെ സാച്ചുറേഷൻ പറ്റ കുറഞ്ഞു അല്ലേ, നമ്മളത് വീണ്ടും കൊണ്ടുവന്നാൽ തിരിച്ചു കൊടുന്നാൽ മതി. കണ്ടോ, ഇപ്പോൾ ക്യാരക്ടേഴ്സിൻ്റെ മുഖത്തുള്ള ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയിട്ട്, എന്താ പറയുക, ആ ഒരു മാച്ചിങ്, കളർ മാച്ചിങ് ഒക്കെ കറക്റ്റായിട്ട് വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് കീ ലൈറ്റ് കൊടുക്കുക. കീ ലൈറ്റ് എന്താണെന്ന് വെച്ചാൽ എഡ്ജിലുള്ള ലൈറ്റുകളാണ് കീ ലൈറ്റ് പറയുന്നത്. അത് നമുക്ക് കൊടുക്കണം. ക്യാരക്ടേഴ്സിൻ്റെ മുഖത്തൊക്കെ നമുക്ക് സെറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കണം. അപ്പോൾ നമ്മൾ ക്യാരക്ടറിൻ്റെ ഈ ഫസ്റ്റത്തെ ക്യാരക്ടറിൻ്റെ മുഖത്ത് ലൈറ്റ് കൊടുക്കണം അല്ലേ. അങ്ങനെ കൊടുക്കുക വെച്ചാൽ അതിന് മുകളിൽ ക്ലിപ്പ് ചെയ്യുക. ഓക്കെ, ഒരു ലെയർ ക്ലിപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് ഒരു ലൈറ്റ് കളർ എടുത്തിട്ട് ബ്രഷ് എടുത്തിട്ട് നൈസായിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇനി വരക്കണ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നും ഇത് കൊളായല്ലോ അല്ലേ. ഞാൻ ജസ്റ്റ് ഇതൊരു ബേസാണ് കേട്ടോ ഇടുന്നത്. ഞാൻ നല്ല സമയം എടുത്തിട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പോഴല്ല. ആദ്യം നമ്മൾ ബേസ് സെറ്റ് ചെയ്യണം. ഈ ബേസ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനിങ്ങനെ വരച്ചല്ലോ, ഈ സാധനം നേരെ ലീനിയർ കളർ ഡോട്ട് ഏതോ നോക്കണം, നല്ലത് ഏതാണെന്നുള്ളത് നോക്കുകയാണ് ഞാൻ. സ്ക്രീൻ എടുക്കുകയാണ്. സ്ക്രീൻ എടുത്തിട്ട് ഇതിൻ്റെ ലെയർ സ്റ്റൈലിൽ പോയിട്ട് ബ്ലെൻഡിഫിൽ അണ്ടർലൈൻ ലെയറിൻ്റെ അകത്ത് കയറിയിട്ട് ഡീറ്റെയിൽ വരുന്നവരെ കുറച്ച് പോകും. അപ്പോൾ ഡീറ്റെയിൽ 88 വരുന്നുണ്ടെങ്കിൽ ആൾട്ട് പ്രസ് ചെയ്തിട്ട് അത് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ നൈസായിട്ട് കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ആ കീ ലൈറ്റ്, എഡ്ജിലുള്ള കീ ലൈറ്റ് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കീ ലൈറ്റാണ് ഇയാളുടെ ബാക്കിയുള്ള ഏരിയാസിലൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ അങ്ങനെ കൊടുക്കുമ്പോൾ ആ കീ ലൈറ്റ് ഇങ്ങനെ വരും. കണ്ടോ, കീ ലൈറ്റ് ഇങ്ങനെ വരും. ഈ ഒരു ഭാഗത്തൊക്കെ ആ കീ ലൈറ്റ് വരും. അപ്പോൾ ബ്രഷിൻ്റെ ഫ്ലോ കുറച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇയാളുടെ ബാക്കിയുള്ള ഏരിയാസിലൊക്കെ ആ ഒരു ലൈറ്റ് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും എനിക്ക്. കണ്ടോ, ഓക്കെ, മനസ്സിലായില്ല. അതേപോലെ ഇയാളുടെ മേത്ത് കീ ലൈറ്റ് നല്ല ടൈം ഉദ്ദേശിച്ചത് ഒരു ഗ്ലോയിങ് എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. കീ ലൈറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു സാധനമാണ്. അതെന്ന് പറഞ്ഞാൽ എഡ്ജിലിങ്ങനെ ഉണ്ടാകുന്നൊരു സാധനമാണ്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം, അതും വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഞാനിതിൽ ഫ്ലോ ഒന്നുകൂടി കൂട്ടിയിട്ട് ഇതും ഇയാളുടെ മുഖത്ത് വരുന്ന രീതിയിലൊരു സാധനം കൊടുക്കുകയാണ്. നേരെ അണ്ടർലൈൻ എടുത്തിട്ട് ബ്രഷ് എടുക്കുക. ഓക്കെ,
അതേപോലെ നമ്മളെ ഹീറോയിൻ്റെ മുഖത്തും. ഓക്കെ, ഇപ്പം നമുക്കിങ്ങനെ വരക്കാൻ പറ്റും. കുറച്ച് ഫ്ലവേഴ്സ് ഇട്ട് ഓക്കെ. മുഖത്ത് നമുക്ക് കൊടുക്കുമ്പോഴേ വേറൊരു ലെയറും കൂടി കൊടുക്കണം തോന്നുന്നു. നമുക്ക് കൊടുത്തു നോക്കാം. അപ്പോൾ ഇത് കൊടുത്തു നോക്കാം. ഇത് കൊടുത്തിട്ട് സ്ക്രീൻ കൊടുക്കുക. നമുക്ക് ഡീറ്റെയിൽ വരുന്നവരെ പോട്ടെ. ഓക്കെ, ആ ഒരു ഡോഡ്ജ് ആൻഡ് ബേണിങ് എഫക്റ്റ് ഒക്കെ നമുക്ക് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ പറ്റും. മനസ്സിലായ? അപ്പോൾ കണ്ട ഒരു ഡോഡ്ജ് ആൻഡ് ബേണിങ് എഫക്റ്റ് അല്ലേ കൊടുത്ത് ഞാൻ. യെസ്, മനസ്സിലായില്ലേ? ഓക്കെ, ഇതേ എഫക്റ്റ് നമുക്ക് ഇയാൾക്കും കൊടുക്കാം, ഹീറോക്കും കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുക, എന്നിട്ട് സ്ക്രീൻ കൊടുക്കുക, നേരെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, നമുക്ക് ഡീറ്റെയിൽ വരുന്നവരെടുക്കുക, ഒന്ന് ഇങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഡോഡ്ജിങ് ബേണിങ് ആയി അല്ലേ? ഇനി നമുക്ക് കീ ലൈറ്റ്, മറ്റേ ഒറിജിനൽ കീ ലൈറ്റ് കൊടുക്കാം. ഇപ്പോൾ ഇയാളുടെ ഇവിടെ ചെറുതായിട്ടൊരു മാസ്കിങ്ങിൻ്റെ ഒരു അഭാവമുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് മാസ്കിങ് റെഡിയാക്കാം കേട്ടോ. എന്നൊരു വെട്ടിയൊട്ടിച്ച പോലെ ഉണ്ടല്ലോ, അത് നമുക്ക് സെറ്റാക്കണം. അത് സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ നേരെ സെലക്ട് പോവുക, സെലക്റ്റഡ് മാസ്ക് എടുക്കുക. അപ്പോൾ അതാണ് നമ്മൾ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. നമ്മൾ നേരെ റിഫൈൻ എഡ്ജ് എടുക്കുക, ഇവിടെ ഇങ്ങനെ എഡ്ജുകൾ കറക്റ്റ് ആക്കുക. എഡ്ജുകൾ കറക്റ്റ് ആക്കുമ്പോഴേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കളർ അവെയർ എടുക്കണം കേട്ടോ. കളർ അവെയർ അല്ലല്ലോ, ഒബ്ജക്റ്റ് അവെയർ തന്നെയല്ലേ? അല്ല, കളർ അവെയർ എടുക്കുക. കളർ അവെയർ എടുത്തിട്ട് ഇവിടെ ഡികണ്ടാമിനേറ്റ് കളേഴ്സ് എന്നൊരു സാധനം എടുക്കുക. ഓക്കെ, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നമ്മളെ ഹെയറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി വരുള്ളൂ. ഇപ്പം നോക്കട്ടത്, ഇനി ഒന്ന് കൊണ്ടുവന്ന് നോക്കട്ടെ. മൊത്തത്തിൽ കോളാക്കി തന്നാ. ഓക്കെ, മാനുവലി ചെയ്യാം, അതാണ് നല്ലത്. ഇതിൽ തന്നെ മാസ്ക് ഇട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ബ്രഷ് എടുക്കുക, ബ്ലാക്ക് എടുക്കുക, ഫ്ലോ കൂട്ടുക. മാനുവലി നമുക്ക് ബ്രഷ് എടുത്തിട്ട് ആ ഒരു വൈറ്റ് ഏരിയ കറക്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരാം. ഇവിടേക്ക് എത്തുമ്പോൾ നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ആ ലേഡിൻ്റെ എടുത്തെത്തുമ്പോൾ മാത്രമാണ് ആ പ്രശ്നം വരുന്നത്. ഓക്കെ, പോട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഒരു സൺറേ എഫക്റ്റ് ഇതിൻ്റെ മുകളിൽ കൊടുത്തു നോക്കട്ടെ. കാരണം ഈ നായകൻ്റെ അപ്പുറത്തായിട്ട്, അതായത് നായകൻ്റെ ഇതിൻ്റെ ഇടയിലായിട്ട് ഇവിടെ ആയിട്ട് നമുക്കൊരു സൺറേ എഫക്റ്റ് കൊടുത്തു നോക്കാം. ആ ഒരു ഫ്ലയറിൻ്റെ കയ്യിലുണ്ട്, ഞാനിവിടെ എടുത്ത് വെച്ചിരുന്നു. ഇതന്നെ തോന്നുന്നു കേട്ടോ. ഇതെടുത്തിട്ട് സെൻറ്ററിൽ കൊടുക്കാം. ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് വലുതാക്കിയിട്ട് ഒന്ന് കൊടുത്തു നോക്കട്ടെ. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. യെസ്, ശരിയാവുണ്ടല്ലോ. യെസ്, ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കൊരു കർവ് അഡ്ജസ്റ്റ്മെൻറ്റ് ആഡ് ചെയ്യാം. ക്ലിപ്പ് ചെയ്യട്ടത്, കുറച്ച് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇതിന് നമുക്കൊരു ഹ്യൂ സാറ്റുറേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഇടാം. ക്ലിപ്പ് ചെയ്യുക. യെസ്, നൈസായിട്ട് വന്നു തോന്നുന്നു. ഇനി നമുക്ക് ഇയാളുടെ മുഖത്ത് കുറച്ച് ഗ്ലയറുകൾ കൊടുക്കാം. ഇവിടെ ആയിട്ട് നോക്കട്ടെ കേട്ടോ. ഇങ്ങനെ ബ്രഷ് എടുക്കുക,
ഓക്കെ, ഇപ്പോൾ പറ്റായില്ല. ഓക്കെ, ഇനി ഇനി എന്തൊക്കെ ഇതിൽ കൊടുക്കാൻ പറ്റും നമുക്ക് നോക്കാം. ഓക്കെ, ഇനി കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ലൈറ്റുകൾ കൊടുക്കാം. എന്നാൽ മാത്രമേ ഒരു ഫീൽ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ബ്രഷ് എടുക്കുക, എന്നിട്ട് ഇത് ഓവർലേ ആക്കുക. ഓക്കെ, ഓവർലേ ആക്കിയിട്ട് ഫ്ലോ കൊടുക്കുക. ഫ്ലോ ഒരു 20 എടുക്കുക. എന്നിട്ട് ഇവിടുത്തെ ലെയർ സെലക്ട് ചെയ്യുക. ഇതൊരു ട്രിക്കാട്ടോ, ഇത് ഞാൻ എന്താ പറയുക, ഞാൻ തന്നെ കണ്ടെത്തിയിട്ട് ട്രിക്കാണ്. ഇത് ഇവിടുത്തെ കളർ സെലക്ട് ചെയ്യുക. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തന്നെ കണ്ടെത്തി അറിയണത്. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതാ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടുത്തെ ലെയർ സെലക്ട് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടുത്തെ സെലക്ട് ചെയ്തിട്ട് ഒന്നിങ്ങനെ വരയ്ക്കുക. ഇവിടെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കുക. അപ്പോൾ ആ കളർ ഇങ്ങനെ വന്നോളൂ. ഇവിടെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കുക. ഇവിടെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കുക വേണ്ട കൊടുക്കുക. അപ്പോൾ ആ ഒരു എഫക്റ്റ് ആയത് വേണ്ട. ഓക്കെ, ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ ടൈറ്റിൽ ഉണ്ടാക്കണം അല്ലേ. ടൈറ്റിൽ നമുക്ക് നേരെ ഇല്ലസ്ട്രേറ്റർക്ക് പോവാം ടൈറ്റിൽ ഉണ്ടാക്കാനിട്ടാ. നമ്മൾ ഇല്ലസ്ട്രേറ്റർ വന്നിരിക്കുകയാണ്. നമുക്ക് ഇനി ടൈപ്പ് ചെയ്യാം നമ്മുടെ ടൈറ്റിൽ. നോർമലി നമുക്ക് ഇപ്പോൾ പ്രൊഫഷണലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്രിഡ് ടൂളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ എഴുതാം. അതായത് ഇപ്പോൾ പെൻ ടൂളും ഈ ലൈൻ ടൂളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ മൈൻ എഴുതാം. ഇങ്ങനെയൊക്കെ വെച്ചിട്ടേ നമുക്ക് ടൈറ്റിലുകൾ ഉണ്ടാക്കാം. അപ്പം ഞാനിപ്പോൾ അങ്ങനെ തൽക്കാലം ഇപ്പം ഉണ്ടാക്കുന്നില്ല. നമ്മൾ പിന്നെ ഏതെങ്കിലും ഒരു ഫോണ്ട് എടുത്ത് മോഡിഫൈ ചെയ്യുന്നപ്പോൾ ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ മൈ കാർ അപ്പോൾ നല്ലൊരു ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. തൽക്കാലം ഇപ്പം ഞാൻ ഈ ഫോണ്ട് സെലക്ട് ചെയ്തിട്ടാ ഞാൻ 2 കഷ്ണാകട്ടെ. ഓക്കെ, കാർ വലിപ്പം തന്നെ അല്ലേ. ഓക്കെ, ഇനി ഇതിലെന്തെങ്കിലും ഒരു എലമെൻറ്റ് കാറിൻ്റെ കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇത് നമുക്കൊന്ന് കർവ് ചെയ്തെടുക്കാം. ഓക്കെ, അതായത് ഇവിടെ വന്നിട്ട് ഇതൊരു ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയലാണ്, എന്നാലും പറയുക, നമ്മൾ ഫോണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലേ നമ്മളെ ഫോണ്ട് ഔട്ട്ലൈൻ മോഡിലാക്കാൻ ഇവിടെ ടൈപ്പിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൺവേർട്ട് ടു ഔട്ട്ലൈൻ ഉണ്ടാവും. ഔട്ട്ലൈൻ സെലക്ട് ചെയ്യണം, എന്നാലേ നമുക്കിതിൻ്റെ ഓരോ ഏരിയാസും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഭാഗം ഉണ്ടല്ലോ എ എന്നുള്ളത് ഭാഗം കട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇങ്ങനെ 2 ലൈൻ വരച്ചിട്ട് ഷിഫ്റ്റ് M അടിച്ചാൽ നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഈ സി ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇതിങ്ങോട്ട് കൊണ്ടുവരാം. ഒരു കാറിൻ്റെ ക്ലിപ്പ് ആർട്ട് നമുക്ക് കിട്ടണം. ഞാൻ ഡൗൺലോഡ് ചെയ്ത് കേട്ടോ.
അപ്പോൾ എനിക്കിങ്ങനെ ഒരു ലൈൻ ആർട്ട് കിട്ടിയിട്ടുണ്ട് ഇമേജ്. അപ്പോൾ ഞാനത് ട്രേസ് ചെയ്തെടുക്കാൻ പോകണം കേട്ടോ. അവിടെ ട്രേസിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ഇമേജ് ട്രേസിൻ്റെ അവിടെ ഷിലോഡ്സ് പറഞ്ഞിട്ട് സെക്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മളുള്ള എന്തെങ്കിലും സാധനത്തിൽ കൊണ്ടുവന്നിട്ടാൽ അതൊക്കെ നമുക്ക് വെക്ടർ ഗ്രാഫിക്സ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ തരും. മനസ്സിലായോ? ബാക്കിയുള്ള എക്സസ് സാധനങ്ങളൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യണേ, ഇവിടെ കൊടുക്കാൻ പോവാണ്. ഈ കാർ എന്നുള്ളടത്ത് കൊടുക്കാൻ പോവാണ്. ഇത് കുറച്ച് വലുതാക്കാം. ഇങ്ങനെ ടൈറ്റിലൊക്കെ നല്ല പണിയെടുത്ത് ഉണ്ടാക്കേണ്ട സാധനമാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് വെറുതെ കാണിക്കാന്നേന്നുള്ളൂ. സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഏരിയ ഫുള്ള് വൈറ്റ് കളറിൽ ഫില്ല് ചെയ്യണം, എന്നാലേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നിട്ട് സെലക്ട് ചെയ്ത് റിമൂവ് അടിക്കുക. അപ്പം അങ്ങനെ കിട്ടും. ഓക്കെ, സിയും വേണമെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യട്ടെ. നോക്കട്ടെ, സി അങ്ങനെ ചെയ്ത് നോക്കട്ടെ. ഇതെടുക്കുക, Ctrl+C Ctrl+V സെലക്ട് ചെയ്യുക, സി സെലക്ട് ചെയ്യുക. യെസ്, അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇത് ഓ ആയി മാറട്ടെ. സി അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. പക്ഷെ ഒരു കാര്യം ചെയ്താൽ മതി, ഈ ഭാഗം അങ്ങനെ കിടന്നോട്ടെ. ഈ ഭാഗം കുറച്ചിങ്ങനെ കയറ്റി കട്ട് ചെയ്യുക. നോക്കട്ടെ കേട്ടോ. യെസ്, ഫസ്റ്റ് ചെയ്യല്ലോ. മൈ കാർഡ് വെറുതെ ഒരു ടൈറ്റിൽ കൊടുത്തൊന്നല്ല കേട്ടോ. ഇനി ഈ സാധനം എന്ത് ചെയ്യുക, നേരെ നമ്മളെ മൂവി ടൈറ്റിൽ കൊണ്ടുവരാം. പേസ്റ്റ് ചെയ്യുക, സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് പേസ്റ്റ് ചെയ്യുക കേട്ടോ. വലുതാക്കുക. ഇത് ഞാൻ ഏറ്റവും ബാക്ക് ഇടാൻ പോവാണ്, മേഘത്തിൻ്റെ മുന്നിലായിട്ട്. ഓക്കെ, ഈ കളറൊന്ന് മാറ്റണം. സ്മാർട്ട് ഒബ്ജക്റ്റിൽ കയറിയിട്ട് കളർ മാറ്റണം. ഇതിപ്പോൾ ഞാൻ തൽക്കാലം ക്ലോസ് ചെയ്യാനായിട്ട് ഫോട്ടോഷോപ്പ് ഇല്ലസ്ട്രേറ്റർ ഒരുമിച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല വർക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാവും. ഓക്കെ, കളർ ഓവറിലെടുത്ത് വൈറ്റ് സെലക്ട് ചെയ്യുക. ഈ വൈറ്റിൽ എന്ത് ചെയ്യുക വെച്ചാൽ കുറച്ച് വലുതാക്കണ്ടിട്ടത്. വൈറ്റ് സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് വെച്ചാൽ മാസ്ക് എടുക്കുക. മാസ്ക് എടുത്തിട്ട് നൈസായിട്ട് ഇതിൻ്റെ അടിഭാഗം ഒന്നിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നോക്കട്ടെ എത്രത്തോളം വർക്കാവുമെന്ന് അറിയില്ല. നോർമലി മാറ്റിയിട്ട് ഇവിടെ ഡിസോൾവ് എടുക്കുക. ഡിസോൾവ് എടുക്കുമ്പോൾ സുഖമല്ലേ? വേണ്ട 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 വേണ്ട. ഓക്കെ, ഇങ്ങനെ തന്നെ മതി. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്ലെൻഡിഫൈ ചെയ്ത് നോക്കാം. ബ്ലെൻഡിഫൈ ചെയ്യുമ്പോൾ ചോറി പിടിച്ച വാരിയിട്ട് വേണ്ട. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പൊടിക്ക് ബെവൽ എംബോസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഈ ഇന്നർ ഷേഡൊക്കെ കേട്ടോ. ഇന്നർ ഷേഡോ ആഡ് ചെയ്യുമ്പോഴേ ഇങ്ങനെ കറക്റ്റായിട്ട് ഫുള്ള് മങ്ങാൻ കാരണം എന്താ പറയുക, നമ്മൾ ഈ മാസ്ക് ആഡ് ചെയ്തല്ലോ. മാസ്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ലെയറിൻ്റെ ഓപ്ഷനിൽ ഈ രണ്ട് സാധനം ഉണ്ടല്ലോ അത് എനേബിൾ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ എഫക്റ്റ് ചെയ്യും. നമ്മളിത് ചെയ്യാം. ഇപ്പോൾ വായിച്ച് നോക്കിയാൽ അറിയാം, ലെയർ മാസ്ക് ഹൈഡ് എഫക്റ്റ്. അപ്പോൾ നമ്മൾ ആ എഫക്റ്റും കൂടി ഹൈഡ് ചെയ്യുകയാണെന്നുള്ള സംഭവമാണ്. രണ്ടും ശരിക്കും പറഞ്ഞാൽ ഇത് മതി. എന്നാലും വെക്ടർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഈ സാധനം കൂടി ആഡ് ചെയ്യാറുണ്ട്. അതുപോലെ ഷേപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് കേട്ടോ, അത് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് നല്ലോണം വൈറ്റ് കൊടുക്കുമ്പോൾ കാണൂല അല്ലേ. ഒരു കാര്യം ചെയ്താലോ, ഗ്രേ കളർ കൊടുത്തിട്ടേ ഇങ്ങോട്ടാക്കാം. അപ്പോൾ ഒരു ബെവൽ എംബോസ് വന്നുള്ളത് കേട്ടോ, ബെവൽ എംബോസ് വരും. ഓക്കെ, നമുക്ക് ഇന്നർ ഷാഡോ ഒരു ലൈറ്റ് ആഡ് ചെയ്യാം. കുറച്ചൊരു പൊടിക്ക് ലൈറ്റുള്ള പോലെ. യെസ്, ബെവൽ എംബോസ് കുറച്ച് ആഡ് ചെയ്യാം. മൾട്ടിപ്ലൈ
മൾട്ടിപ്ലൈ ആഡ് ചെയ്യുമ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ട് കൊടുക്കുക. അങ്ങനെ കൊടുക്കാം. മൾട്ടിപ്ലൈ സുഖമല്ലേ കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെ മതി, മിക്കാറ് മതി. ഇനി എന്ത് ചെയ്യുക വെച്ചാൽ ഒരു ക്രെഡിറ്റ് കൊടുക്കണം. ക്രെഡിറ്റ് ഏതെങ്കിലും ഒരു ഡെമോ ക്രെഡിറ്റ്, തൽക്കാലം മൂവി പോസ്റ്ററാണ് തോന്നിക്കുന്ന രീതിയിലൊരു ഡെമോ ക്രെഡിറ്റ് അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, നോക്കട്ടെ കേട്ടോ. ക്രെഡിറ്റ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, നല്ല അടിപൊളി ക്രെഡിറ്റുകളുണ്ട്. ഏതൊരു ഭേദം നല്ല എടുക്കുക, കുറച്ചുള്ളത് മതി, ഓവറായ പണിയാവും. എടുക്കലേ എന്നിട്ട് വേണ്ട, എടുക്കുക നല്ല പേസ്റ്റ് ചെയ്യാം. ഏറ്റവും ഫ്രണ്ടൊക്കെ ഇടാം, ചെറുതാക്കാം. അതിന് കുറച്ച് റിമൂവ് ചെയ്യട്ടെ നമുക്ക്. ഫസ്റ്റ് ലൈൻ റിമൂവ് ചെയ്യാം. ഇതിൻ്റെ കളർ നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും ലൈറ്റ് കളറാക്കാം, വല്ലാതെ അങ്ങോട്ട് ശ്രദ്ധ പോകണ്ട. യെസ്. ഇത് നമുക്ക് എന്ത് വെച്ചാൽ കുറച്ച് ടെക്സ്ചർ ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്യാം, അപ്പോൾ നമുക്കൊരു എഫക്റ്റ് കിട്ടിക്കോളും. അപ്പോൾ അതെങ്ങനെ ചെയ്യുക വെച്ചാൽ നമുക്കൊരു ഗ്രഞ്ച് ടെക്സ്ചർ അല്ലെങ്കിൽ വേണ്ട, ഞാൻ മുമ്പത്തെ ഇതിലൊക്കെ ഗ്രഞ്ച് ടെക്സ്ചർ കൊടുത്തപ്പോൾ എന്താ പറയുക ഒരു ക്ലീശേ സാധനമായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇത് നേരെ ഒരു ലെയറാക്കാം, പുതിയൊരു ലെയർ ഉണ്ടാക്കാം. അപ്പോൾ കൺട്രോൾ ആൾട്ട് ഷിഫ്റ്റ് അടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ലെയർ കിട്ടും. അത് ഞാൻ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കാൻ കേട്ടോ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, നേരെ ക്യാമറ റോ ഫിൽറ്ററിൽ പോവാണ്. ഞാൻ മുമ്പത്തെ ഇതിലൊക്കെ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് മൊത്തം സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയിട്ട് അതിൽ കൊടുക്കാനായിരുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പിന്നെ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ ഈ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റിൽ ഞാൻ അപ്പോൾ ഇങ്ങനെ കുറച്ച് എഫക്റ്റുകൾ കൊടുത്ത് വിചാരിക്കുക, ശ്രദ്ധിച്ചോ, എക്സ്പോഷറും കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ അങ്ങനെ സെറ്റാക്കി വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുകയാണ് കുറച്ച് മാറ്റങ്ങൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണം എന്നൊക്കെ വിചാരിക്കുകയാണ്. അങ്ങോട്ടോട്ട് നീക്കണം വിചാരിച്ച് അപ്പോൾ ഞാൻ എന്ത് ചെയ്യണേ, വീണ്ടും അതിനുള്ളിൽ കയറുകയാണ്. മുമ്പത്തെ കാര്യമായിട്ട് പറഞ്ഞത് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ വീണ്ടും കയറുമ്പോൾ വീണ്ടും ഭയങ്കര ലാഗ് അടിക്കുകയാണ്, ഭയങ്കര റാം പിന്നെയും കൺസ്യൂം ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഞാൻ ഹൈഡ് ചെയ്യും. അങ്ങനെ ഒരു പുതിയ സാധനം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടാക്കിയതിന് ശേഷം വീണ്ടും ഒരു സാധനം പുതിയത് ഉണ്ടാക്കും. ഓക്കെ, എന്നിട്ട് അതായത് ആ സംഭവങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം കേട്ടോ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ എന്തുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫുള്ള് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, കൺട്രോൾ ഷിഫ്റ്റ് അടിച്ചിട്ട് പുതിയ ലെയർ ഉണ്ടാക്കും. എന്നിട്ട് നേരത്തെ കൊടുത്തിട്ടുള്ള എഫക്റ്റ് ഉണ്ടല്ലോ അതിങ്ങനെ ആൾട്ട് പ്രസ് ചെയ്തിട്ടാണ് വലിച്ചിടും. മനസ്സിലായ? ഇത് ആൾട്ട് പ്രസ് ചെയ്ത് വലിച്ചിടുമ്പോൾ ഇതിനും ആ എഫക്റ്റ് കിട്ടും. എന്ത് വരാത്ത ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കണം. യെസ്, കേട്ടോ. അപ്പോൾ അതിനും ആ ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എഫക്റ്റുകൾ കൊടുക്കാം. സ്മാർട്ട് ഒബ്ജക്റ്റിലുള്ള സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക, നേരെ ക്യാമറ റോ ഫിൽറ്റർ എടുക്കുക. നമുക്ക് കുറച്ച് കളേഴ്സ് കുറച്ച് കൂട്ടണം, കാരണം ഇവിടുത്തെ ഇയാളുടെ മേളിലുള്ള കളേഴ്സൊക്കെ ഒന്ന് പോയി. നമുക്ക് കുറച്ച് വൈബ്രൻസും കുറച്ച് കളേഴ്സും കൂട്ടാം. ഒട്ടിക്കൊരു ടെമ്പറേച്ചർ കൂട്ടാം, ടിൻറ്റ് കുറച്ച് കുറക്കാം. ഓക്കെ, അടുത്തത് നമ്മൾ കുറച്ച് കോൺട്രാസ്റ്റ് കൂട്ടി കൊടുക്കുക. എക്സ്പോഷർ തൊടണ്ട, ഹൈലൈറ്റ് കുറക്കാം. ഷേഡോ കുറച്ച് കൂട്ടാം, നല്ല ഡീറ്റെയിൽ നല്ല കണ്ടോട്ടെ. അതേമാതിരി ബ്ലാക്ക് കുറച്ച് കൂട്ടി കൊടുക്കാം, ഡീറ്റെയിൽ കണ്ടോട്ടെ. വൈറ്റ് കുറച്ച് കുറക്കാം, ഓവറായിട്ട് എക്സ്പോസ് ആവണ്ട. ഇനി നമ്മൾ ടെക്സ്ചർ കുറച്ച് കൂട്ടുക. ക്ലാരിറ്റി ഓവറാക്കാതെ കൂട്ടട്ടോ. ക്ലാരിറ്റി ടെക്സ്ചർ ഉണ്ടായിക്കോട്ടെ, ക്ലാരിറ്റി കുറച്ച് ഓർത്തായി. ഡിഹൈസും തൊടണ്ടട്ടാ. വിനൈറ്റ് ഉണ്ടായിക്കോട്ടെ, വിനൈറ്റ് കുറച്ച് ഒരു ചെറിയൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഗ്രെയിൻസ് ഉണ്ടെങ്കിൽ അത് കുറച്ച് കൊടുക്കട്ടോ. ഗ്രെയിൻസ് നല്ല ഈ മൂവി പോസ്റ്ററിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഗ്രെയിൻസ് ഉണ്ടായിക്കോട്ടെ, ഓവറാകാൻ പാടില്ല, പൊടിക്ക് ഇത്ര കേട്ടോ. സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് റഫറൻസും കാര്യങ്ങളൊന്ന് റെഡിയാക്കുക. ഓക്കെ, സെറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, അടുത്തത്
കളർ മിക്സ്, ഇതിലേതെങ്കിലും ഓവറായിട്ടുള്ള കളർ ഉണ്ടോ നോക്കുക. ഇപ്പോൾ സാറ്റുറേഷൻ എടുക്കുക. ഇതിലിപ്പോൾ റെഡ് കുറച്ച് ഓവറാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് റെഡിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ കുറക്കാൻ പറ്റും കേട്ടോ. അതേപോലെ കുറച്ച് ഗ്രീൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ കൂട്ടി കൊടുക്കുക. അതേപോലെ ഈ പെണ്ണിൻ്റെ മുഖത്തുള്ള കുറച്ച് ഹ്യൂ അത് നമുക്ക് കുറച്ച് റെഡിഷ് കൂട്ടണം വേണ്ട, അങ്ങനെ കൂട്ടാൻ പറ്റും. അതേപോലെ ഈ മേഘത്തിൽ കുറച്ച് ബ്ലൂ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഹ്യൂ സാറ്റുറേഷൻ എടുക്കുക, കുറച്ച് കൂട്ടുക കേട്ടോ, അങ്ങനെ സെറ്റാക്കി എടുക്കാൻ പറ്റും. ഇനി കുറച്ച് ഷാർപ്പ്നെസ് കൂട്ടി കൊടുക്കുക, അങ്ങനെ എടുക്കുക, ഷാർപ്പ്നെസ് കുറച്ച് കൂട്ടുക, റേഡിയസ് കുറച്ച് കൂട്ടുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, നല്ലൊരു മൂവി പോസ്റ്റർ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. നല്ലൊരു മൂവി പോസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇങ്ങനെയാണ് ഒരു മൂവി പോസ്റ്ററിൻ്റെ ഒരു ബേസിക് സംഭവങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ സപ്പോർട്ട് ചെയ്യാം.